ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നത് 43 വർഷത്തിന് ശേഷം. വിശദമായ വാർത്തയിലേക്ക്. കട്ടപ്പനയിലെ ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബുവിനെ ബാങ്ക് മുൻ പ്രസിഡന്റും കട്ടപ്പന മുൻ ഏരിയ സെക്രട്ടറിയുമായ VR സജി ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സംഭാഷണം പുറത്ത്. പണം ചോദിച്ചപ്പോൾ ബാങ്ക് ജീവനക്കാരൻ ബിനോയ് പിരിച്ചു തള്ളിയെന്ന് സാബു പരാതി പറയുമ്പോൾ ഈ മാസത്തെ പണത്തിൽ പകുതി നൽകിയിട്ടും ജീവനക്കാരനെ ഉപദ്രവിക്കേണ്ട കാര്യം എന്തായിരുന്നു എന്നാണ് സജിയുടെ മറുപടി. വിഷയം മാറ്റാൻ നോക്കണ്ട, അടി വാങ്ങിക്കേണ്ട സമയം കഴിഞ്ഞെന്നും പണി മനസ്സിലാക്കി തരാമെന്നും സജി ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഓഡിയോ സന്ദേശത്തിൽ ആ ഓഡിയോയിലേക്ക്. എന്റെ വൈഫാണെങ്കിൽ ഇവിടെ ഡൽഹി മറ്റേ ഒരു എന്താ പറഞ്ഞ ഈ യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണ്. അഡ്മിറ്റ് ആയിട്ട് ഞാൻ അവിടെ പൈസ കഴിഞ്ഞിട്ട് ഇപ്പം 2 ലക്ഷം രൂപ 2.5 ലക്ഷം രൂപ 2,20,000 രൂപ വേണം. ഞാൻ എനിക്ക് ആ പൈസ ഞാൻ ആ പൈസ എന്നിട്ട് എന്നെ അവിടുന്ന് ആ ബിനോയ് പിടിച്ച് വണ്ടിയെന്ന് പിടിച്ച് ഒറ്റ തള്ളി എന്നിട്ട് എന്താ പറയാ ഞാൻ ബിനോയ്ക്ക് തല്ലിയെന്നും പറഞ്ഞ് അവർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അവിടെ നിങ്ങളവരെ പിടിച്ച് തല്ലി നിങ്ങൾക്ക് ഈ മാസത്തെ പൈസ തന്നിട്ട് നിങ്ങളത് പോയിട്ട് ഈ മാസത്തെ പൈസ നിങ്ങൾക്ക് പറഞ്ഞ പകുതി പൈസ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ അവരെ പിടിച്ച് തള്ളി അയാളെ ഉപദ്രവിക്കേണ്ട കാര്യമാണ് നിങ്ങൾക്ക്. എന്റെ സഹാവേ വിഷയമൊന്നും മാറ്റണ്ട. നമ്മളത് അറിഞ്ഞിട്ട് വിടാതിരിക്കുന്നതാണ്. നിങ്ങൾ അടി മേടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. എന്റെ പൊന്നു സഹായം വേണമെങ്കിൽ കൊന്നു. നിങ്ങൾക്ക് പണി അറിയത്തില്ല എന്നിട്ടാ. നിങ്ങൾക്ക് പണി അറിയത്തില്ല എന്നിട്ടാ. എനിക്ക് സത്യമായിട്ട് ഇങ്ങനത്തെ പണിയൊന്നും അറിയത്തില്ല. സത്യമായിട്ട് അറിയത്തില്ല. പണി മനസ്സിലാക്കി തരാം. എനിക്ക് സത്യമായിട്ട് ഇങ്ങനത്തെ പരിപാടി പണി മനസ്സിലാക്കി തരാം. എന്റെ പൊന്നു സഹായം ഞാൻ പറഞ്ഞൊന്ന് കേട്ടില്ല. ഭൂമിയോളം ക്ഷമിച്ചാ നിൽക്കുന്നത്. നിങ്ങളുടെയൊക്കെ സ്ഥാപനത്തിന് നിങ്ങൾക്ക് തരാനുള്ള പൈസ തരാൻ വേണ്ടി ആ പിള്ളേരെല്ലാം കടന്ന് കയ്യും കാലും വിട്ട് അടിച്ചു ഓടി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്റെ പൊന്നു നിങ്ങളുടെ കുടുംബത്തില് നിങ്ങൾ പറഞ്ഞ കാര്യം അന്തസ്സായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ആ പ്രസ്ഥാനത്തിൽ വന്നാൽ അയാളെ ഉപദ്രവിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ പൊന്നു സഹാവ് അയാൾ എന്നെ ഉപദ്രവിച്ചത്. സാബുവിന് പൈസ തരാനുള്ളത് ബാങ്കിൽ നിന്ന് തരാനുള്ളത് തരണം. അതിന് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ആശുപത്രി കേസ് ഉണ്ടെന്നും അറിയാം. നിങ്ങൾ അത് അറിഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞ് ഞാനിവിടെ കൂടി അവരെ വഴക്ക് പറഞ്ഞ് ഓരോ കാര്യങ്ങളും ചെയ്യിച്ചോണ്ടിരിക്കുക. അവിടെ ബാങ്ക് ജീവനക്കാരിൽ നിന്ന് ഭീഷണി നേരിട്ടതായി സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടിയും ന്യൂസ് 18നോട് പറഞ്ഞു. പണം തവണകളായി നൽകാമെന്ന വാഗ്ദാനം പാലിച്ചില്ല. ചികിത്സയ്ക്ക് പണം ചോദിച്ചപ്പോൾ ബാങ്ക് സെക്രട്ടറിയും മുൻ ബാങ്ക് പ്രസിഡന്റും അപമാനിച്ചു. 15 ലക്ഷം രൂപ ഇനിയും ലഭിക്കാനുണ്ടെന്നും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും ഭാര്യ. 2007 തൊട്ട് ഞങ്ങൾ അവിടെ പൈസ ഇടുന്നതാണ്. അവിടെയായിരുന്നു പൈസ ഇടുന്നത് മുഴുവൻ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒരു സ്ഥല കച്ചവടം വന്നു. ഞങ്ങൾക്ക് അഡ്വാൻസ് കൊടുക്കാനായിട്ട് ഞങ്ങൾ 10 ലക്ഷം രൂപ ചെന്ന് ചോദിച്ചു. 10 ലക്ഷം രൂപ ചോദിച്ചപ്പോഴത്തേക്കും അവിടുന്ന് വെപ്രാളപ്പെട്ട സെക്രട്ടറിയും ബാക്കി എല്ലാവരും കൂടി ഇങ്ങോട്ട് ഓടി വന്നു, കടയിലോട്ട് ഓടി വന്നു. അങ്ങനെ പറ്റത്തില്ല, ഇപ്പൊ പൈസ ഉണ്ടാകാൻ നിങ്ങൾ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞ് കാശുണ്ടാകുന്ന കേസല്ലെന്നൊക്കെ പറഞ്ഞു. ഒത്തിരി പ്രാവശ്യം പുറകെ നടന്ന് റിക്വസ്റ്റ് ചെയ്ത് കരഞ്ഞ് ഞാൻ പല പ്രാവശ്യം ബാങ്കിൽ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാണ് പൈസ കുറച്ച് തന്നത്. അങ്ങനെ ഞങ്ങൾ സ്ഥലത്തിന്റെ അഡ്വാൻസ് കൊടുത്തു. ബാക്കി പൈസയും കുറേശ്ശെ ആയിട്ട് തന്നു. സ്ഥലം മേടിച്ച് ഞങ്ങളത്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ പൈസ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ പൈസ 1 വർഷത്തിനുള്ളിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരണം. കാരണം ഞങ്ങൾക്ക് പല ആവശ്യമുണ്ട്. കാരണന്മാർ വയ്യാതെ കിടക്കുന്നതാണ്. ഞങ്ങൾക്ക് പല ആവശ്യമുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസം, പല കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് പൈസ വേണം. 5 ലക്ഷം രൂപ വെച്ച് മാസം തന്നേക്കാന്ന് പറഞ്ഞു. ബാക്കി 1 മാസം കഴിഞ്ഞപ്പോഴത്തേനും വാക്ക് മാറിയിട്ട് അവർ പറഞ്ഞു 3 ലക്ഷം വീതം തരാന്ന് പറഞ്ഞു. എന്നെ തെരുതെരെ അങ്ങോട്ട് വിളിക്കുന്ന സാവ് പോവുകയില്ല, പരമാവധി സാവ് പോവുകയില്ല. ഞാനാണ് എപ്പോഴും ഈ ബാങ്കിന്റെ ഇടപാടും കാര്യങ്ങൾക്കെല്ലാം ഓടുന്നത്. സാവിന് പറയാനുള്ള ശക്തി ഇല്ല. 3 ലക്ഷം വീതം തന്നേക്കാന്ന് പറഞ്ഞു. അതും പറഞ്ഞു വിട്ട് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞവൻ പറഞ്ഞു അതും നടക്കുന്ന കേസല്ല, നിങ്ങൾക്ക് അത്രയും പൈസ തരാനുള്ള ഞങ്ങൾക്ക് അതില്ല. സാറേ പറഞ്ഞ വാക്കായിരിക്കണം. വാക്ക് പറഞ്ഞതനുസരിച്ച് ഞങ്ങൾക്ക് പൈസ വേണം, ഞങ്ങൾക്ക് പല കാര്യങ്ങളും നടത്താനുണ്ട്. അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അവർ ബോർഡ് മീറ്റിംഗ് വെച്ച് പിന്നെയും വിളിക്കുക, ഞങ്ങളെ തരാന്ന് വിളിക്കുക. ഞങ്ങൾ മാസം തോറും പൈസ കയറ്റുമ്പോൾ ഒരിക്കലും സമയത്ത് തരത്തില്ല. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു തരത്തിലും നമ്മളെ ഹരാസ് ചെയ്യുന്ന രീതിയിലാണ് സെക്രട്ടറിയുടെ ഒക്കെ പെരുമാറ്റം. ഒരു പ്രാവശ്യം റെജി എന്ന് പറഞ്ഞ സെക്രട്ടറി എന്നോട് ചോദിച്ചു, അമ്മയ്ക്ക് ക്യാൻസർ ആയിട്ട് നീ വന്നേക്കോളൂ പൈസ ചോദിക്കാനായിട്ട് ചോദിച്ചു. കരഞ്ഞു പോവുകയും അവിടെ നിന്ന് ഇറങ്ങി ഓടുക ചെയ്തു. പല ദിവസവും മാർക്കറ്റിൽ വെച്ച് കരഞ്ഞിട്ടുണ്ട്. അവരെന്റെ പുറകെ വന്നിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും സാവുരം വിളിക്കും. ഇവിടുന്ന് കടയടച്ചാൽ അങ്ങോട്ട് വരും. ബോർഡ് മെമ്പേഴ്സ് പിന്നെ മീറ്റിംഗ് കൂടിയിട്ട് പറഞ്ഞു 1 ലക്ഷം രൂപയും ബാക്കി നിങ്ങളുടെ പലിശയും കൂട്ടി ഓരോ മാസം തരാന്ന് പറഞ്ഞു. നിങ്ങൾ പറയുന്ന എഗ്രിമെന്റ് ഞങ്ങൾക്ക്, പക്ഷെ ഞങ്ങൾക്ക് പൈസ കിട്ടണം. 1.25 ലക്ഷം എന്ന് പറഞ്ഞേച്ച് പോന്നിട്ട് സമയത്ത് ചെല്ലുമ്പോ ഒരിക്കലും പൈസ തരികയില്ല. ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം മണിക്കൂറുകൾ അവിടെ പിടിച്ചിരുത്തുകയാണ്. ഞങ്ങളെ അതുപോലെ ദ്രോഹിച്ചിട്ടുണ്ട് അവർ. ഭയങ്കര ഹരാസായി. ഇങ്ങനെ വിഷമം കാരണം ഒരു തരത്തിലും പറ്റത്തില്ലാത്ത അവസ്ഥ. കഴിഞ്ഞ മാസം ക്രിസ്മസിന് സാധനം എടുക്കാൻ പോകാനാ കുറച്ച് പൈസ തരാൻ പറഞ്ഞു.
അന്നേരവും ചെന്നപ്പോ പൈസ ഇല്ല, അവര് തരത്തില്ല. അത് വായിക്ക് വരുന്ന എല്ലാം അങ്ങ് സംസാരിക്കുകയാണ് അവര്. നിങ്ങളൊന്ന് മേടിച്ചെടുക്കുന്ന കാണാലോ. ക്രിസ്മസിന് സാധനം എടുക്കാനായിട്ട് കുറച്ച് പൈസ തന്നു. അവിടെ 5 മണി വരെ നിന്നിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. എന്നിട്ട് അവരൊരു മൈൻഡ് പോലും ചെയ്യുന്നില്ല. പൈസ ഇപ്പൊ ഉണ്ടാകുകയെന്ന് പറഞ്ഞിട്ടായിരുന്നു, പറഞ്ഞോട് ബഹളമായിരുന്നു. പിറ്റേ ദിവസം സാവി എന്നപ്പോ അവർ പൈസ കൊടുത്തില്ല. എന്നിട്ട് കൊച്ചി എന്ന് റിക്വസ്റ്റ് ചെയ്തു, എന്റെ അമ്മയുടെ ചികിത്സയ്ക്ക് എനിക്ക് എന്റെ അമ്മയെ വേണം, ജീവനോടെ വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോ 40,000 രൂപ തന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം മൊത്തം ഒരു 80,000 രൂപ എല്ലാം കൂടെ തന്നു. 80 രൂപയും കൊണ്ട് വല്ല ആവും. ഞങ്ങൾ പറഞ്ഞു ഹോസ്പിറ്റലിലെ ബില്ല് നിങ്ങൾ അടച്ചാൽ മതി. എന്നിട്ട് പോലും അവർ തരുന്നില്ല. കടയടച്ചിട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ബിനോയ് എന്ന് പറയുന്ന പുള്ളി ഓടാ പുല്ല എന്നൊരു വിളി. അപ്പൊ വി ആർ സജി പറഞ്ഞു, നിന്നെ എനിക്കറിയാം, നിനക്കിട്ട് ഞാൻ പണി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അന്നേരം സാവു വന്നിട്ട് എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, ഇങ്ങനെയൊക്കെ അടി പ്രശ്നങ്ങള്, ഇത് നമുക്ക് ഇനി പൈസ കിട്ടുന്ന ലക്ഷണമില്ല, ഇനി ഒരു 15 ലക്ഷം രൂപ അടുത്ത് കിട്ടാനാണ് ഞങ്ങൾക്ക്. അത്രയും പൈസയിൽ നിന്നാണ് ഞങ്ങൾ 2 ലക്ഷം രൂപ ലോണായിട്ട് തരാൻ പറഞ്ഞു. ലോണും ഇല്ല, ഒന്നുമില്ല. സാവുവിനെ ആ ലാസ്റ്റ് ദിവസം ഭയങ്കരമായിട്ട് അവർ ഹരാസ് ചെയ്തു. സാവുവിനെ സഹിക്കത്തില്ലാത്ത അവസ്ഥയെ. വി ആർ സജിയാണ് പറഞ്ഞത്, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് പണി എന്ന് പറഞ്ഞു. സാബുവിനെ CPM മുൻ ഏരിയ സെക്രട്ടറിയായ സജി ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നായിരുന്നു ജില്ലാ സെക്രട്ടറി CV വർഗീസിന്റെ പ്രതികരണം. ഭീഷണി CPM രീതിയല്ല എന്നും സാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ് പാർട്ടി നിലപാടെന്നും വർഗീസ് പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഭീഷണിപ്പെടുത്തി എന്ന പ്രയോഗം തെറ്റാണ്. സാബുവിനെ വിളിക്കുമ്പോൾ സാജി പറഞ്ഞിരിക്കുന്ന ആദ്യ അവസാനവും പറയാതെ അതിനകത്ത് ഒരു പരാമർശം എടുത്ത് അത് ഭീഷണിയുടെ സ്വരത്തിലാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെടുന്നതൊക്കെ CPM വിരുദ്ധ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രഭവമാണ്. സാബുവിന് 80 ലക്ഷം രൂപ കൊടുക്കാനുള്ളതിൽ 60 ലക്ഷം രൂപ സമാഹരിച്ച് കൊടുക്കുകയും ഓരോ മാസവും ഇത്ര രൂപ വീതം കൊടുക്കാൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ച് ആ ഭരണസമിതി അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. സാബു അവിടെ ചെന്നപ്പോ ജീവനക്കാർ മോശമായി അയാളുടെ ആവശ്യം അനുസരിച്ച് ചിലപ്പം മുരവിട്ടുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരായി നടപടി സ്വീകരിക്കുന്നു. അയാളുടെ ആത്മഹത്യാക്കുറിപ്പൂടെ പുറത്തു വന്ന സാഹചര്യത്തിൽ ആ വിഷയം സംബന്ധിച്ച് പോലീസ് അന്വേഷിച്ചിട്ട് ആവശ്യമായ നിലപാടെടുക്കട്ടെ. സാബുവിന്റെ ആത്മഹത്യയിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പോലീസ്. റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അംഗങ്ങളുടെ മൊഴിയെടുക്കും. സാബു ബാങ്കിലെത്തിയ സമയത്തെ CCTVയും വിശദമായി പരിശോധിക്കും. വിദേശത്തുള്ള ബന്ധുക്കൾ എത്തിയ ശേഷമാകും സാബുവിന്റെ സംസ്കാരം. പ്രിൻസ് ജെയിംസ് നൽകും കൂടുതൽ വിവരങ്ങൾ. പ്രിൻസ്, അതിപ്രധാനമായ ഓഡിയോ സന്ദേശമാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടത്. സാബുവും CPM നേതാവ് സജിയും തമ്മിലുള്ള ഓഡിയോ സന്ദേശത്തിൽ വളരെ വ്യക്തമായി CPM നേതാവ് സാബുവിനെ ഭീഷണിപ്പെടുത്തുന്നത് വളരെ വ്യക്തമാണ്. അതിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അടിമേടിക്കേണ്ട സമയം കഴിഞ്ഞുവെന്ന്. ഒരായുഷ്കാലം മുഴുവൻ സമ്പാദിച്ച പണം തിരികെ ചോദിക്കുമ്പോൾ അടി കൊടുത്തു വിടുന്നതാണോ CPM രീതി? അവിടുത്തെ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഭവ്യ, തീർച്ചയായും നിക്ഷേപിച്ച പണം തിരികെ ആവശ്യപ്പെട്ട് ചെല്ലുമ്പോഴേക്കും ചെന്നാൽ അടി മേടിക്കും എന്ന രീതിയിലേക്കായിരുന്നു ഇവർ സംഭാഷണം നീങ്ങിയത്. കാരണം 2007 കാലഘട്ടം മുതൽ സാബു ഓസ്ട്രേലിയയിൽ ജോലി ചെയ്ത കാലഘട്ടം മുതൽ ഇവിടെ പണം നിക്ഷേപിച്ചു. ഇതേ തുടർന്നാണ് ഇവർക്ക് ആവശ്യമെന്നൊരു സാഹചര്യത്തിൽ പണം തിരികെ ആവശ്യപ്പെടുന്നു. എന്നാൽ കൃത്യമായ തുക തിരികെ ലഭിക്കാതെ വരുന്നു. ഗഡുക്കളായി നൽകാമെന്ന ഉറപ്പ് നൽകുന്നു. എന്നാൽ ആ ആദ്യം പറഞ്ഞ തുകയിൽ നിന്ന് വ്യത്യാസമായി പിന്നീടും ഗഡുക്കൾ കുറച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ. അതായത് നിക്ഷേപിച്ച തുക ഒരിക്കലും കൃത്യമായ ആവശ്യങ്ങൾക്കായി ഇവർക്ക് ഉപയോഗിക്കാൻ ഗഡുക്കളായി തിരികെ വാങ്ങേണ്ട അവസ്ഥയിലേക്ക് നിക്ഷേപകൻ എത്തുന്നു. അങ്ങനെ ആ തുകയ്ക്ക് വേണ്ടി പോലും, അത്തരത്തിൽ നൽകുന്ന തുകയ്ക്ക് വേണ്ടി പോലും പലതവണ ബാങ്കിൽ കയറി ഇറങ്ങേണ്ട ഒരു സാഹചര്യം. ഓരോ തവണയും കയറി ഇറങ്ങുമ്പോഴും ഈ ജീവനക്കാരുടെ ഭാഗത്തു നിന്നൊക്കെ മോശമായ പെരുമാറ്റം ഉണ്ടാകുന്നതൊക്കെ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ ഒരു അവസ്ഥയിൽ നിന്നാണ് കഴിഞ്ഞ ദിവസവും ആശുപത്രി ആവശ്യങ്ങൾക്ക് അടിയന്തരമായി പണം ആവശ്യമാകുന്ന ഒരു സാഹചര്യത്തിൽ സാബു ഈ ബാങ്കിലേക്ക് എത്തി തുക ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് മോശമായ പെരുമാറ്റം ഉണ്ടാകുന്നു, ഇയാളെ ആക്രമിക്കാൻ ശ്രമിച്ചതായി ആരോപണം ഉയരുന്നു. ഇത് തുടർന്നാണ് സാബു മേഖലയിലെ പ്രധാന CPM നേതാവും ഒപ്പം ഈ ബാങ്കിന്റെ മുൻ പ്രസിഡന്റുമായ സജിയുമായി ഇപ്പോൾ സംസാരിക്കുന്നത്. എന്നാൽ സജി പൂർണ്ണമായും ജീവനക്കാരെ ന്യായീകരിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. സാബു പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കൊള്ളുവാനോ മറുപടി നൽകാനോ തയ്യാറാകുന്നില്ല. അയാൾ തീർച്ചയായും പൂർണ്ണമായും ജീവനക്കാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള സംസാരിക്കുന്നു. പ്രത്യേകിച്ചും അവരുടെ ഭാഗത്തുനിന്ന് ആ രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാവില്ല എന്ന രീതിയിലേക്ക് വരുന്നു. സാബു അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ജീവനക്കാരെ പകുതി തുക ഇത്തവണ ഈ മാസം ലഭിക്കേണ്ട ഗഡുവിൽ പകുതി തുക ലഭിച്ചിട്ടും എന്തിനാണ് ജീവനക്കാരെ കയ്യേറ്റം ചെയ്യാനുള്ള രീതിയിലേക്ക് സംഭാഷണം മാറുന്നു. എന്നാൽ അങ്ങനെ താൻ ചെയ്തിട്ടില്ല എന്ന് സാബു ആവർത്തിക്കുമ്പോഴും അല്ല ഉണ്ടായിട്ടുണ്ടെന്നുള്ള രീതിയിൽ പറയുകയും പണി അറിയില്ലെന്നിട്ടാണ് എനിക്ക് പണി അറിയിച്ചു തരാമെന്നും അടി കൊള്ളേണ്ട സമയം കഴിഞ്ഞുമെന്നുള്ള രീതിയിലേക്ക് സംഭാഷണം നീങ്ങുകയും ചെയ്യുന്നു. അത്തരത്തിൽ താൻ പണം നൽകിയിട്ടും താൻ പണം നിക്ഷേപിച്ചിട്ടും തനിക്ക് അത് കൃത്യമായി ലഭിക്കുക പോലും എന്നിൽ മാത്രമല്ല ആ പണം ആവശ്യപ്പെട്ട് ചെയ്യുമ്പോൾ അപമാനിതനാവുകയും മർദ്ദനമേൽക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്ന ഒരു സാധാരണക്കാരന്റെ അവസ്ഥയിലൂടെയാണ് സാബു കടന്നു പോകുന്നത്. പ്രിൻസ്, ഇപ്പോൾ ഈ ഫോൺ സംഭാഷണം അത് വളരെ നിർണായകമാണ്. സ്വാഭാവികമായും ഈ പോലീസ് അന്വേഷണം തുടങ്ങിയ സാഹചര്യത്തിൽ ഈ ഫോൺ സംഭാഷണം പോലീസ്
പോലീസ് തെളിവായി സ്വീകരിക്കുമോ എന്നാണ് അതിനെ സംബന്ധിച്ച് അറിയാൻ സാധിച്ചത്. ഒപ്പം പ്രധാനമായും നമ്മൾ അല്പസമയം മുൻപ് CV വർഗീസുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ സാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ്. ഒരു തരത്തിലും ഈ ഫോൺ സംഭാഷണം തെളിവായി നിൽക്കെ തന്നെ യാതൊരു തരത്തിലുള്ള ഭീഷണിയും ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് CPM വിരുദ്ധതയാക്കുന്ന സ്ഥിരം മറുപടിയാണ് നമ്മൾക്ക് അദ്ദേഹം നൽകിയത്. തീർച്ചയായും ഈ വിഷയത്തിൽ എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ള ആത്മഹത്യാക്കുറിപ്പടക്കമുള്ള തെളിവുകളുണ്ട്. ഒപ്പം ഇവിടെ കഴിഞ്ഞ ദിവസം സാബു ബാങ്കിൽ സന്ദർശനം നടത്തിയ സമയത്ത് CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കും. സാബു തന്നെ ആ ഫോൺ സംഭാഷണത്തിനിടയിൽ പറയുന്നുണ്ട് അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മതി എന്ന സംഭാഷണത്തിന്റെ അവസാനം പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ വ്യക്തമാകുമെന്ന് പറയുന്നുണ്ട്. എന്തായാലും ആ തരത്തിലുള്ള തെളിവുകൾ ശേഖരിക്കുകയും ഒപ്പം ജീവനക്കാരെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യും. അപ്പം അതിനുള്ള നടപടിയിലേക്കാണ് പോലീസ് നീങ്ങുന്നത്. എന്തായാലും ഇവർക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ ഒരു പ്രതിഷേധം കൂടി വീഴാൻ സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ കോൺഗ്രസിന്റെയും BJPയുടെയും ഭാഗത്തുനിന്ന് വലിയ ഒരു പ്രതിഷേധം ഉയർന്നിരുന്നു. മണിക്കൂറുകളോളം മൃതദേഹം വിട്ടുകൊടുക്കാൻ പോലും തയ്യാറാതെ ബാങ്കിന് മുമ്പിൽ നാട്ടുകാരും വ്യാപാരികളും കോൺഗ്രസ് BJP പ്രവർത്തകരും ഒക്കെ പ്രതിഷേധിച്ചിരുന്നു. തുടർന്ന് ചർച്ചയെ തുടർന്നാണ് ഇവിടുന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അടക്കം മാറ്റിയിട്ടുണ്ടായത്. എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തുകയും തുടർ നടപടികൾ ഉണ്ടാവുകയും ചെയ്തില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കളക്ടറോടും വകുപ്പ് മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി അന്വേഷണം നടക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് നിയമ നടപടികളായി മുൻപോട്ട് പോകുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ നമ്മൾ പ്രതികരിച്ചത്. ഈ വിഷയത്തിൽ അവർക്ക് മുൻകാലങ്ങളിൽ തന്നെ വലിയ തോതിൽ ഇവരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായെന്നും കൃത്യമായ പണം ലഭിക്കാതെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായെന്നും ഒക്കെ ഭാര്യ അങ്ങോട്ട് പ്രതികരിക്കുന്നുണ്ട്. പലതവണ ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായെന്നും അവർ പ്രതികരിച്ചിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടക്കുമെന്നാണ് കരുതുന്നത്. ഭവ്യ, തീർച്ചയായും അതാണ് സാഹചര്യം. എന്തായാലും യാതൊരു ഭീഷണിയും ഉണ്ടായില്ല എന്ന് ജില്ലാ സെക്രട്ടറി പറയുന്ന അതേ സാഹചര്യത്തിൽ വലിയ ഭീഷണി തങ്ങൾ നേരിട്ടു, തങ്ങളെ കഴിയാവുന്നത്ര ഉപദ്രവിച്ചു എന്ന് സാബുവിന്റെ ഭാര്യ തന്നെ പറയുന്ന പ്രതികരണമാണ് നമ്മൾ നേരത്തെ കേട്ടത്. എന്തായാലും ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പാർട്ടി പ്രതിക്കൂട്ടിലാകുമ്പോൾ തന്നെ ആകുന്ന അതേ സാഹചര്യത്തിൽ പോലും തങ്ങൾ സാബുവിന്റെ കുടുംബത്തിനൊപ്പമാണെന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞതും ജില്ലാ സെക്രട്ടറി പറഞ്ഞതും നമ്മൾ കേട്ടതാണ്. പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിൽ LDF ഭരിക്കുന്ന മറ്റൊരു സഹകരണ ബാങ്കിനെതിരെയും ക്രമക്കേട് ആരോപണം. നെടുങ്കണ്ടം രാമക്കൽമേട് ഹരിജൻ വിവിധോദ്ദേശ സഹകരണ സംഘം നിയമത്തിന്റെ പേരിൽ പണം വാങ്ങിയെന്നാണ് പരാതി. SC/ST വിഭാഗത്തിൽപ്പെട്ടവരുടെ ഉന്നമനം ലക്ഷ്യം വെച്ചാണ് നെടുങ്കണ്ടം രാമക്കൽമേട് കേന്ദ്രമാക്കി മൾട്ടിപർപ്പസ് സംഘം ആരംഭിച്ചത്. ചെറുകിട സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും സംഘത്തിന്റെ ലക്ഷ്യമായിരുന്നു. എന്നാൽ ബോർഡ് അംഗങ്ങൾ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ഒരു വർഷമായി പ്രസിഡന്റ് കമ്മിറ്റി വിളിക്കാൻ തയ്യാറാവുന്നില്ല. CPMന്റെ നെടുങ്കണ്ടം മേഖലയിലെ ഒരു ലോക്കൽ സെക്രട്ടറിയാണ് നിലവിൽ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ്. കമ്മിറ്റി അംഗങ്ങൾ അറിയാതെ നിക്ഷേപം സ്വീകരിക്കുകയും തിരിമറി നടത്തിയെന്നും പരാതിയുണ്ട്. നിയമനത്തിന്റെ പേരിൽ പണം വാങ്ങിയെന്നാണ് മറ്റൊരു ആരോപണം. നെടുങ്കണ്ടം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന CPMന്റെ ഒരു ലോക്കൽ സെക്രട്ടറിയുടെ പ്രസിഡന്റ് ആക്കിക്കൊണ്ട് ഈ സംഘത്തിന്റെ ഭരണസമിതി നിലവിൽ വന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഈ സംഘത്തിൽ കമ്മിറ്റി കൂടിയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അതുമാത്രമല്ല, അവിടെ ഒരു സ്റ്റാഫിനെ നിയമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പാമ്പാടുംപാറ സ്വദേശിയായ ഒരാളുടെ 2 ലക്ഷം രൂപ ഈ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ഇപ്പോൾ CPMന്റെ ലോക്കൽ സെക്രട്ടറി കൈപ്പറ്റി എന്നുമാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ 2 വിഷയങ്ങളും ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് നിലവിലുള്ള ഭരണസമിതിയിലെ 2 അംഗങ്ങൾ തന്നെ ഉടുമ്പൻചോല അസിസ്റ്റന്റ് രജിസ്ട്രാർക്കും രജിസ്ട്രാർക്കും പരാതി അയക്കുകയും ഇത് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതി കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഈ വിഷയത്തെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായ ഒരു അന്വേഷണം ഇതുവരെ നടന്നിട്ടില്ല. സൊസൈറ്റിക്ക് രാമക്കൽമേട്ടിൽ സ്വന്തമായി ഭൂമിയും കെട്ടിടവുമുണ്ട്. മുൻപ് തയ്യൽ യൂണിറ്റ് അടക്കമുള്ള സ്ഥാപനങ്ങൾ നടത്തി അംഗങ്ങൾക്ക് വരുമാനവും ഉറപ്പുവരുത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ സ്ഥാപനങ്ങൾ പ്രവർത്തനരഹിതമാണ്. നടത്തിപ്പ് സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് കമ്മിറ്റി അംഗങ്ങളിൽ ചിലർ സഹകരണ വകുപ്പിന് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്നാണ് ആക്ഷേപം. ന്യൂസ് 18 ഇടുക്കി. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. എന്റെ വൈഫാണെങ്കിൽ ഇവിടെ മറ്റേ ഒരു എന്താ പറഞ്ഞ ഈ യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അഡ്മിറ്റ് ആയിട്ട് ഞാൻ അവിടെ പൈസ ചെയ്യുന്നുണ്ട്. ഇപ്പം 2 ലക്ഷം രൂപ 2.5 ലക്ഷം രൂപ 2,20,000 രൂപ വേണം. ഞാൻ എനിക്ക് ആ പൈസ ഞാൻ ആ പൈസ തന്നിട്ട് എന്നെ അവിടുന്ന് ആ ബിനോയ് പിടിച്ച് വണ്ടിയെന്ന് വിളിച്ച് ഒറ്റ തള്ളി. എന്നിട്ട് എന്താ പറയാ, ഞാൻ ബിനോയ്ക്കിട്ട് തല്ലിയെന്നും പറഞ്ഞ് അവർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അവിടെ നിങ്ങൾ അവരെ പിടിച്ച് തല്ലുകയും നിങ്ങൾക്ക് ഈ മാസത്തെ പൈസ തന്നിട്ട്
നിങ്ങളത് പോയിട്ട് നിങ്ങൾ ഈ മാസത്തെ പൈസ നിങ്ങൾക്ക് പറഞ്ഞ പകുതി പൈസ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ അവരെ പിടിച്ച് തള്ളി അയാളെ ഉപദ്രവിക്കേണ്ട കാര്യമാണ് നിങ്ങൾക്ക്. എന്റെ സഹാവേ നിങ്ങൾ എന്നിട്ട് വിഷയമൊന്നും മാറ്റണ്ട. നമ്മളത് അറിഞ്ഞിട്ട് വിടാതിരിക്കുന്നതാണ്. നിങ്ങൾ അടി മേടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. എന്റെ പൊന്നു സഹായം എന്നെ വേണമെങ്കിൽ കൊന്നു. നിങ്ങൾക്ക് പണി അറിയത്തില്ല എന്നിട്ടാ. നിങ്ങൾക്ക് പണി അറിയത്തില്ല എന്നിട്ടാ. എനിക്ക് സത്യമായിട്ട് നിങ്ങളുടെ പണിയൊന്നും അറിയത്തില്ല. സത്യമായിട്ട് അറിയത്തില്ല. പണി മനസ്സിലാക്കി തരാം. എനിക്ക് സത്യമായിട്ട് നിങ്ങളുടെ പരിപാടി പണി മനസ്സിലാക്കി തരാം. എന്റെ പൊന്നു സഹായം ഞാൻ പറഞ്ഞൊന്ന് കേട്ടിട്ട് അല്ല, അതെ, ഭൂമിയോളം ക്ഷമിച്ചാ നിൽക്കുന്നത്. ഞങ്ങള് നിങ്ങളുടെയൊക്കെ സ്ഥാപനത്തിന് നിങ്ങൾക്ക് തരാനുള്ള പൈസ തരാൻ വേണ്ടി ആ പിള്ളേരെല്ലാം കടന്ന് കയ്യും കാലും വിട്ടടിച്ച് ഓടി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്റെ പൊന്നു നിങ്ങളുടെ കുടുംബത്തില് നിങ്ങൾ പറഞ്ഞ കാര്യം അന്തസ്സായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ആ പ്രസ്ഥാനത്തിൽ വന്നാൽ അയാളെ ഉപദ്രവിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ പൊന്നു സഹാവ് അയാൾ എന്നെ ഉപദ്രവിച്ചത്. സാബുവിന് പൈസ തരാനുള്ളത് ബാങ്കിൽ നിന്ന് തരാനുള്ളത് തരണം. അതിന് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ആശുപത്രി കേസ് ഉണ്ടെന്നും അറിയാം. നിങ്ങൾ അത് അറിഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞ് ഞാനിവിടെ കൂടി അവരെ വഴക്ക് പറഞ്ഞ് ഓരോ കാര്യങ്ങളും ചെയ്യിച്ചോണ്ടിരിക്കുക അവിടെ. സാബുവിന്റെ ആത്മഹത്യയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അംഗങ്ങളുടെ മൊഴിയെടുക്കും. സാബു ബാങ്കിലെത്തിയ സമയത്തെ CCTVയും വിശദമായി പരിശോധിക്കും. വിദേശത്തുള്ള ബന്ധുക്കളെത്തിയ ശേഷമാകും സാബുവിന്റെ സംസ്കാരം. പ്രിൻസ് ജെയിംസ് ചേരും വിവരങ്ങളുമായി. പ്രിൻസ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഓഡിയോ സന്ദേശം. തിരികെ വാർത്തയിലേക്ക്. കളമശ്ശേരി നഗരസഭയിൽ മഞ്ഞപ്പിത്ത വ്യാപനം. നഗരസഭയിലെ 10, 12, 14 വാർഡുകളിലായി 13 പേർക്കാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ 30-ലധികം പേർക്കാണ് രോഗലക്ഷണമുള്ളത്. നഗരസഭാ പരിധിയിലെ ചില ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്കും മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 3 വാർഡുകളിലും ആരോഗ്യവകുപ്പ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. രോഗം പടർന്ന മേഖലകളിൽ സൂപ്പർ ഡ്രൈവ് ആരംഭിച്ചതായി കളമശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ സീമ കണ്ണൻ പറഞ്ഞു. നമ്മളിപ്പോ മെഡിക്കൽ ക്യാമ്പ് വെച്ചിട്ടുണ്ട്. നാളെ മെഡിക്കൽ ക്യാമ്പാണ് അവിടെ. അപ്പൊ ഈ 3 വാർഡിലെയും എല്ലാ ആളുകളെയും കൂടി പങ്കെടുപ്പിച്ചിട്ടാണ്. പിന്നെ അതുകൂടാതെ നമ്മൾ അനൗൺസ്മെന്റ്, നോട്ടീസ്, ബോധവൽക്കരണ ക്ലാസ്, അതുപോലെ മാസ് ഒരു ക്ലോറിനേഷൻ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇന്നലെ ഞങ്ങൾ ഹെൽത്ത് കമ്മിറ്റി കൂടുതൽ കുറെ തീരുമാനങ്ങൾ എടുത്തു. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അധ്യക്ഷതയിൽ ഞങ്ങളൊരു മീറ്റിംഗ് കൂടി. അപ്പം അത് എല്ലാം കറക്റ്റായിട്ട് എല്ലാവരുടെയും പങ്കാളിത്തത്തോടുകൂടി ചെയ്യുന്നുണ്ട്. നവമി ദിനേശ് നൽകും കൂടുതൽ വിവരങ്ങൾ കളമശ്ശേരിയിൽ നിന്ന്. നവമി, ഒരേ സ്ഥലത്താണ് ഇപ്പോൾ ഒന്നിലധികം അല്ലെങ്കിൽ 10-ലധികം ആളുകൾക്ക് മഞ്ഞപ്പിത്തം വന്നിരിക്കുന്നത്. എന്താണ് ഇതിന്റെ കാരണം പറയുന്നത്? ഇത്തരത്തിൽ കൂടുതൽ ആളുകൾക്ക് ഒരേ സമയം മഞ്ഞപ്പിത്തം പടരാൻ ആരോഗ്യവകുപ്പ് എന്താണ് പറയുന്നത്? എടുത്ത മുൻകരുതലുകൾ എന്തൊക്കെയാണ്? ഭവ്യ, 13 പേർക്കാണ് ഇപ്പോൾ കളമശ്ശേരി നഗരസഭയിൽ തന്നെ 3 വാർഡുകളിലായി മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചത്. 30-ലധികം പേർക്ക് രോഗലക്ഷണമുണ്ട്. ഇതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. അവർ എറണാകുളത്ത് തന്നെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടുകയാണ്. എന്തായാലും ഈ കളമശ്ശേരിയിൽ മഞ്ഞപ്പിത്തം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ വലിയ ജാഗ്രത തന്നെയാണ് പുലർത്തുന്നത്. നഗരസഭയുടെ ഇന്നലെ ചേർന്ന യോഗത്തിൽ മന്ത്രി പി രാജീവും പങ്കെടുത്തിരുന്നു. മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ ഇതിനോടകം തന്നെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങിക്കഴിഞ്ഞു. ഈ വെള്ളത്തിൽ നിന്നുമാണ് പ്രധാനമായും മഞ്ഞപ്പിത്തം പകരുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീടുകളിലെത്തുന്ന കുടിവെള്ളത്തിൽ ക്ലോറിനേഷൻ അടക്കമുള്ള നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് കളമശ്ശേരി ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള നിഷാദാണ്, AK നിഷാദ്. ഇന്നിപ്പോൾ കളമശ്ശേരി HMT കോളനി LP സ്കൂളിൽ ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. ഇനി എന്തൊക്കെ ബോധവൽക്കരണം അടക്കമുള്ളവ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്? എന്തൊക്കെയാണ് ഈ ഒരു പ്രതിരോധ നടപടികളായി? കളമശ്ശേരി നഗരസഭയിലെ മഞ്ഞപ്പിത്തം നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി സ്ഥലം MLA കൂടിയായ ശ്രീ പി രാജീവിന്റെ നേതൃത്വത്തിൽ ഉൾപ്പെടെ നഗരസഭയിലെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും എല്ലാവരും കഠിന ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിലെ കളമശ്ശേരി നഗരസഭയിലെ 29ഓളം ആക്റ്റീവ് കേസുകളാണ് നിലവിലുള്ളത്. അതിൽ HMT കോളനിയിലെ 3 വാർഡുകളിലാണ് കൂടുതലായിട്ടും ഇപ്പോൾ കേസുകൾ നിലനിൽക്കുന്നത്. ആ വാർഡുകൾ കേന്ദ്രീകരിച്ച് ഇന്ന് മുതൽ ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ വാർഡുകളിലെ മുഴുവൻ വീടുകളിലും നാളെ മുതൽ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നുണ്ട്. നിലവിലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പരിസരത്തുള്ള മുഴുവൻ ഹോട്ടലുകളും പരിശോധന നടത്തി. അതിൽ അപാകതയുള്ള ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. കളമശ്ശേരിയിൽ തന്നെ ഒരു ഹോട്ടലിൽ വൃത്തിഹീനമായി കണ്ട ഒരു ഹോട്ടൽ അടച്ചുപൂട്ടിയിട്ടുണ്ട്. എന്തായാലും നിലവിലെ നഗരസഭയിലെ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും MLA ഉൾപ്പെടെ മുഴുവൻ ആളുകളും ഈ അസുഖത്തിനെതിരെ കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്തി ഇതിനെ പൂർണ്ണമായിട്ട് നമ്മുടെ കൺട്രോളിലാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബോധവൽക്കരണ ക്യാമ്പുകൾ കഴിഞ്ഞ ദിവസം തൊട്ട് ആരംഭിച്ചിട്ടുണ്ട്.
നടക്കുന്നുണ്ട്. എന്തായാലും ഈ HMT കോളനി പ്രദേശത്താണ് കൂടുതലായിട്ട് ഉള്ളത് കൊണ്ട് ഈ പ്രദേശത്തെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നഗരസഭ മുൻകൈ എടുക്കുന്നത്. ബബി, എന്തായാലും ഇന്നു മുതൽ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലൊക്കെ ആളുകൾക്ക് കൃത്യമായ ബോധവൽക്കരണം നടത്തുക. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക. ഈ ഹോട്ടലുകൾ, പ്രത്യേകിച്ച് ഹോട്ടൽ വൃത്തിഹീനമായ ഹോട്ടലുകളിലൊക്കെ പരമാവധി ഒഴിവാക്കുക. അവിടെ നിന്ന് വെള്ളം കുടിക്കുന്നത് പോലും ഒഴിവാക്കുക. അങ്ങനെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികളെല്ലാം കളമശ്ശേരി നഗരസഭയുടെ ഭാഗത്തു നിന്നും ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഭവ്യ. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. അയ്യനെ കാണാൻ തീർത്ഥാടക പ്രവാഹം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മണ്ഡല മകരവിളക്ക് പൂജ ദിവസങ്ങളിൽ സന്നിധാനത്ത് തീർത്ഥാടകർക്ക് നിയന്ത്രണം. ഡിസംബർ 25-ന് 54,000 പേർക്കും 26-ന് 60,000 തീർത്ഥാടകർക്കും മാത്രമായിരിക്കും ദർശനം. മകരവിളക്ക് ദിവസങ്ങളിലും നിയന്ത്രണമുണ്ടാക്കും. ഈ ദിവസങ്ങളിൽ സ്പോട്ട് ബുക്കിംഗ് വേണമോ എന്ന കാര്യത്തിൽ ഹൈക്കോടതി തീരുമാനമെടുക്കും. ശബരിമലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ തിരക്കായിരുന്നു. അത് ഇന്നും തുടരുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് രാവിലെ മുതൽ കാണാൻ സാധിക്കുന്നത്. ഇന്നലെ വലിയ തിരക്ക് എന്ന് പറയുമ്പോൾ ഈ തീർത്ഥാടന കാലത്ത് ഏറ്റവും കൂടുതൽ ഭക്തർ ദർശനത്തിനെത്തിയത് ഇന്നലെ ആയിരുന്നു. 96,853 പേർ. മിനിയാന്ന് അത് 96,007 ആയിരുന്നു. അങ്ങനെ 90,000 പിന്നിട്ടുള്ള കണക്കുകളിലേക്ക് ശബരിമല സന്നിധാനത്തെ തിരക്ക് തുടരുന്നു. ഇന്ന് രാവിലെ മുതൽ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒക്കെ പോലെ അവസ്ഥയാണ്. രാവിലെ ഏതാണ്ട് 7 മണി സമയം മുതലൊക്കെ വലിയ തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഒരു 27,000 30,000 എത്തുന്നു. എന്തായാലും ഈ തിരക്കൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ മണ്ഡല മകരവിളക്ക് പൂജാ ദിവസങ്ങളുണ്ട്, പ്രധാനപ്പെട്ട ഉത്സവ ദിവസങ്ങൾ. ആ ദിവസങ്ങളിൽ തിരക്ക് നിയന്ത്രിക്കാൻ തീരുമാനമായത്. വെർച്വൽ ക്യൂ വഴി ഡിസംബർ 25-ന്, അതായത് തങ്കേങ്കി എത്തുന്ന ദിവസം 54,000 പേർക്കായിരിക്കും ദർശനമുണ്ടാകുക. 26-ന് അത് 60,000-ആയി ചുരുക്കും. എന്തായാലും മകരവിളക്ക് ദിവസങ്ങളിലും ഇതേപോലെ നിയന്ത്രണങ്ങളുണ്ട്. ജനുവരി 12-ന് 60,000, ജനുവരി 13-ന് 50,000, ജനുവരി 14 മകരവിളക്ക് ദിവസം 40,000 എന്നിങ്ങനെയാണ് നിയന്ത്രണം ഉണ്ടാകുക. സ്പോട്ട് ബുക്കിംഗ് ഈ ദിവസങ്ങളിൽ പാടില്ല എന്ന നിർദ്ദേശം ഉദ്യോഗസ്ഥർ വെച്ചിട്ടുണ്ട്. അത് ഹൈക്കോടതിയുടെ കൂടി ഒരു തീരുമാനം വന്ന ശേഷമായിരിക്കും ഇക്കാര്യത്തിലൊരു അന്തിമമായ വ്യക്തത വരിക. സ്പെഷ്യൽ കമ്മീഷണറും മറ്റും ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ഒരു വലിയ തിരക്ക് നിയന്ത്രിച്ചില്ലെങ്കിൽ അത് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഇവിടെ എത്തുന്ന ഭക്തർക്ക് തന്നെ ഉണ്ടാകുമെന്ന് അവർ കരുതുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ പൂജാ ദിവസങ്ങളിൽ തിരക്ക് കുറയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് ഈ സർക്കാരും ഒപ്പം തന്നെ ദേവസ്വം ബോർഡും പോലീസും എല്ലാം ചേർന്ന് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ കോടതിയുടെ ഒരു ഇടപെടൽ ഇതിൽ ഇനി പ്രധാനമാണ്. ശബരിമലയിൽ പോലീസും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് BJP നേതാവ് V. മുരളീധരൻ. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇനിയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പിലായാൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നും V. മുരളീധരൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. തീർത്ഥാടന കാലത്തിന്റെ തുടക്കത്തിൽ വെർച്വൽ ക്യൂ വേണോ അല്ലാത്ത വേണോ എന്നൊക്കെയുള്ള ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം പരിഹരിച്ച് സുഗമമായിട്ടുള്ള രീതിയിൽ തീർത്ഥാടനം നടന്നു പോകുന്നു. ഇതുവരെ ഒരു തരത്തിലുള്ള കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളുമില്ലാതെ പോകുന്നു എന്നുള്ളത് ഭക്തർക്കെല്ലാവർക്കും വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് പരിചയസമ്പന്നരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അങ്ങനെയുള്ള ആളുകൾ അതിലേർപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് അത് ഭക്തർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്രദമായിട്ട് മാറിയിട്ടുണ്ട്. ദേവസ്വം ജീവനക്കാരെയും അതോടൊപ്പം പോലീസ് അയ്യപ്പന്മാരെയും അവർ നടത്തുന്ന സേവനത്തിന് എത്ര പ്രശംസിച്ചാലും മതിയാകില്ല. അവരുടെ കഠിനാധ്വാനവും അവരുടെ പരിശ്രമവും, രാപ്പകൽ വ്യത്യാസമില്ലാതെയുള്ള പരിശ്രമം, ആ പരിശ്രമമാണ് തീർത്ഥാടനം സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കാരണമാകുന്നത് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമ ഗീ. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. എന്നെങ്കിലും വരുമോ ശബരി റെയിൽപാത?
വ്യാവസായിക തലസ്ഥാനമായ എറണാകുളം ജില്ലയുടെയും ഇടുക്കി അടക്കമുള്ള മലയോര മേഖലയുടെയും വികസനത്തിൽ വലിയ പങ്കുവഹിക്കുമെന്ന് കരുതിയ പദ്ധതിയാണ് ശബരി റെയിൽപാത. ശബരി റെയിൽപാതയ്ക്ക് വേണ്ടി കോടികൾ ചെലവഴിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് എറണാകുളം ജില്ലയിൽ നടത്തിയത്. 4 നൂറ്റാണ്ട് പിന്നിട്ടിട്ടും പദ്ധതി യാഥാർത്ഥ്യമാകാത്തതിന്റെ നിരാശയിലാണ് നാട്ടുകാർ. ശബരി റെയിൽപാതയ്ക്ക് വേണ്ടി ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങളും കാര്യങ്ങളുമെല്ലാം നടന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലും ആ പരിസരത്തുമെല്ലാമാണ്. ഇപ്പോഴുള്ള കാലടി റെയിൽവേ സ്റ്റേഷൻ ഇതിനുവേണ്ടി പണിതീർത്തതാണ്. വളരെ നേരത്തെ തന്നെ പണിതീർക്കപ്പെട്ട ഒന്നാണ്. അതോടൊപ്പം തന്നെ ട്രെയിൻ കടന്നു പോകുന്നതിന് വേണ്ടി പെരിയാറിന് കുറുകെ ഒരു പാലവും അങ്ങനെ തീർത്തിട്ടുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് 5 കിലോമീറ്റർ മാത്രം ദൂരെയാണ് ശബരി പാതയിൽ ഉൾപ്പെടുന്ന കാലടി റെയിൽവേ സ്റ്റേഷൻ. ഇവിടം വരെ വർഷങ്ങൾക്ക് മുൻപേ പാത നിർമ്മാണവും പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ മുന്നോട്ടു പോക്കിൽ ആർക്കും ഒരു പ്രതീക്ഷയുമില്ല. ഈ പദ്ധതി തുടങ്ങുമ്പോൾ തന്നെ ഇത് പൂർത്തീകരിക്കാനുള്ള ഒരു ഇച്ഛാശക്തി സർക്കാരുകൾ കാണിച്ചാൽ അന്ന് നടന്നു പോകേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ വലിച്ചു നീട്ടി സർക്കാരുകൾ മാറുന്നു, പദ്ധതികൾ മാറുന്നു, എഞ്ചിനീയർമാർ മാറുന്നു, മന്ത്രിമാർ മാറുന്നു, അപ്പോൾ തടസ്സങ്ങൾ വരുന്നു. ഒരു പദ്ധതി രൂപീകരിക്കുമ്പോൾ അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ച് പോകാനുള്ള ഇച്ഛാശക്തി സർക്കാരിൽ കാണിച്ചില്ലെങ്കിൽ പൊതുജനത്തിന് അത് ഇവിടുത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി മാറാമെന്നല്ലാണ്ട് വേറെ ഗുണവും ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല. താമസിച്ചിരുന്ന വീടും സ്ഥലവും വിട്ടുകൊടുത്ത് 4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും പദ്ധതി യാഥാർത്ഥ്യമാകാത്തതിൽ സങ്കടമുണ്ട് പലർക്കും. സങ്കടമാണ് വാസ്തവത്തിൽ. ഈ കാര്യം ഓർക്കുമ്പോൾ സങ്കടമാണ്. കാരണം നമ്മളെല്ലാം മാന്യമായിട്ട് ജീവിച്ചിരുന്ന ഒരു വീടും പറമ്പും നഷ്ടപ്പെടുത്തിയിട്ട് വേറെ എങ്ങോടെങ്കിലും നിങ്ങൾ പൊക്കോ, റീഹാബിലിറ്റേഷൻ ഇല്ല, ഒന്നുമില്ല. നിങ്ങളുടെ സൗകര്യത്തിൽ നിങ്ങൾ വേണമെങ്കിൽ ജീവിക്കാതിരിക്കുകയോ ചെയ്യാം. ആ ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും ഞങ്ങളായിട്ട് സഹകരിച്ചു പോയത് ഞങ്ങളുടെ തെറ്റ്. റെയിൽപാതയോട് ചേർന്നുള്ള സ്ഥലങ്ങൾ ക്രയവിക്രയം സാധ്യമല്ലാത്ത വിധം മരവിപ്പിച്ചിരിക്കുകയാണ്. ഈ റെയിൽവേക്ക് വേണ്ടിയിട്ട് സ്ഥലം വിട്ടുകൊടുത്തവരുടെ സൈഡിൽ അല്പം സ്ഥലം എന്തെങ്കിലും കിടപ്പുണ്ടാവും, എന്തെങ്കിലും 5-10 സെന്റ് എന്തെങ്കിലും കിടപ്പുണ്ടാവും. അതിനകത്ത് ഒരു കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ റെയിൽവേക്കാരുടെ സാങ്ഷൻ വേണം, അല്ലെങ്കിൽ പഞ്ചായത്ത് സാങ്ഷൻ കൊടുക്കില്ല. ഈ റെയിൽവേക്കാരുടെ സാങ്ഷൻ കിട്ടണമെങ്കിൽ തിരുവനന്തപുരത്ത് പോയിട്ട് സാങ്ഷൻ മേടിക്കണം. അതിനുവേണ്ടി പോയി കഴിയുമ്പോൾ അവർ ഇത്ര രൂപ ഡിപ്പോസിറ്റ് ചെയ്യണമെന്നാണ് പറയണത്. ഈ റെയിൽവേയുടേതായ യാതൊരു സൗകര്യങ്ങളും ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല. സർവീസ് റോഡില്ല, യാതൊന്നുമില്ല. അതിൻ്റെ സൈഡിൽ ബാക്കി കിടക്കുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ സ്വന്തം സ്ഥലത്ത്, വേറെ ആർക്കും ബാധ്യതയില്ലാത്ത ഞങ്ങളുടെ സ്വന്തം സ്ഥലത്ത് എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ ചെയ്യണമെങ്കിൽ റെയിൽവേയുടെ സാങ്ഷൻ വേണമെന്ന് പറഞ്ഞാൽ അത് അനീതിയാണ്, സഹിച്ചുകൂടാത്ത അനീതിയാണ്. ട്രെയിൻ വരുമെന്ന പ്രതീക്ഷയിൽ പണിതിട്ട പാലത്തിന് മുകളിൽ കാറ്റുകൊള്ളാനും ഫോട്ടോയെടുക്കാനും വരുന്നവരുടെ തിരക്ക്. പെരുമ്പാവൂർ, കാലടി എന്നിവിടങ്ങളിലെ പ്ലൈവുഡ്, അരി വ്യാപാരികൾ, മൂവാറ്റുപുഴയിലെ പൈനാപ്പിൾ കർഷകർ, ഇടുക്കിയിലെ സുഗന്ധവ്യഞ്ജന വ്യാപാരികൾ എന്നിവരെല്ലാം ശബരിപാതയിൽ പുതിയ പ്രതീക്ഷകൾ കണ്ടവരാണ്. ശബരിപാത എന്ന് യാഥാർത്ഥ്യമാകുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു ഉറപ്പുമില്ല. പദ്ധതി വിഭാവനം ചെയ്ത കാലത്തേക്കാൾ കോടാനുകോടി രൂപയാകും ഇനിയത് പ്രാവർത്തികമാക്കാൻ. പരസ്പരമുള്ള പഴിചാരലുകൾ, ആരാണ് ഇതിനുത്തരവാദി എന്ന ചോദ്യത്തിന് ഒരിക്കലും ഒരു ഉത്തരവുമാകില്ല. ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ഡാനിപോൾ, ന്യൂസ് 18 കൊച്ചി. ഇടവേള. എന്റെ വൈഫാണെങ്കിൽ ഇവിടെ മറ്റേ ഒരു എന്താ പറഞ്ഞ ഈ യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അഡ്മിറ്റ് ആയിട്ട് ഞാൻ അവിടെ പൈസ ചെയ്യുന്നുണ്ട്. ഇപ്പം 2 ലക്ഷം രൂപ, 2.5 ലക്ഷം രൂപ, 2,20,000 രൂപ വേണം. ഞാൻ എനിക്ക് ആ പൈസ ഞാൻ ആ പൈസ തന്നിട്ട് എന്നെ അവിടുന്ന് ആ ബിനോയ് പിടിച്ച് വണ്ടിയെന്ന് പിടിച്ച് ഒറ്റ തള്ളും തള്ളി. എന്നിട്ട് എന്താ പറയാ, ഞാൻ ബിനോയ്ക്കിട്ട് തല്ലിയെന്നും പറഞ്ഞ് അവർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അവിടെ നിങ്ങളവരെ പിടിച്ച് തല്ലുകയും നിങ്ങൾക്ക് ഈ മാസത്തെ പൈസ തന്നിട്ട് നിങ്ങളത് പോയിട്ട് ഈ മാസത്തെ പൈസ നിങ്ങൾക്ക് പറഞ്ഞ പകുതി പൈസ തന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ അവരെ പിടിച്ച് തള്ളി അയാളെ ഉപദ്രവിക്കേണ്ട കാര്യമല്ല നിങ്ങൾക്ക്. എന്റെ സഹാവേ, എന്നിട്ട് വിഷയമൊന്നും മാറ്റണ്ട. നമ്മളത് അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നതാണ്. നിങ്ങൾ അടി മേടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. എന്റെ പൊന്നു സഹോദരനെ കൊന്നു. നിങ്ങൾക്ക് പണി അറിയത്തില്ല എന്നിട്ടാ, നിങ്ങൾക്ക് പണി അറിയത്തില്ല എന്നിട്ടാ. എനിക്ക് സത്യമായിട്ട് നിങ്ങളുടെ പണിയൊന്നും അറിയത്തില്ല. സത്യമായിട്ട് പണി മനസ്സിലാക്കി തരാം. എനിക്ക് സത്യമായിട്ട് നിങ്ങളുടെ പരിപാടി പണി മനസ്സിലാക്കി തരാം. എന്റെ പൊന്നു സഹാവ്, ഞാൻ പറയുന്നത് കേട്ടിട്ട് ഭൂമിയോളം ക്ഷമിച്ചാ നിൽക്കുന്നത്. ഞങ്ങള് നിങ്ങളുടെയൊക്കെ സ്ഥാപനത്തിന്
നിങ്ങൾക്ക് തരാനുള്ള പൈസ തരാൻ വേണ്ടി ആ പിള്ളേരെല്ലാം കിടന്ന് കൈയും കാലും വിട്ടടിച്ച് ഓടി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പൊന്നു നിങ്ങളുടെ കുടുംബത്തില് നിങ്ങൾ പറഞ്ഞ കാര്യം അന്തസ്സായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ആ പ്രസ്ഥാനത്തിൽ വന്നാൽ അയാളെ ഉപദ്രവിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ പൊന്നു സഖാവ് അയാൾ എന്നെ ഉപദ്രവിച്ചത്. സാബുവിന് പൈസ തരാനുള്ളത് ബാങ്കിൽ നിന്ന് തരാനുള്ളത് തരണം. അതിന് ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് ആശുപത്രി കേസ് ഉണ്ടെന്നും അറിയാം. നിങ്ങൾ അത് അറിഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞ് ഞാനൂടെ കൂടി അവരെ വഴക്ക് പറഞ്ഞ് ഓരോ കാര്യങ്ങളും ചെയ്യിച്ചോണ്ടിരിക്കുക അവിടെ. തിരികെ വാർത്തയിലേക്ക്. MT വാസുദേവൻ നായരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. മരുന്നുകളോട് നേരിയ തോതിൽ പ്രതികരിക്കുന്നതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് അദ്ദേഹം. ഇന്നലെ ഉണ്ടായ ഹൃദയസ്തംഭനത്തെ തുടർന്നാണ് MTയുടെ ആരോഗ്യനില മോശമായത്. പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ 11 മണിക്ക് പുറത്തിറങ്ങും. MS അനീഷ് കുമാർ നൽകും കൂടുതൽ വിവരങ്ങൾ. അനീഷ്, ആശ്വാസ വാർത്തയാണോ കോഴിക്കോട് നിന്ന് വരുന്നത്? അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ട് അല്ലേ? ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി എന്ന രീതിയിലല്ല, മരുന്നുകളോട് നേരിയ രീതിയിൽ പ്രതികരിക്കുന്നു എന്നാണ് ആശുപത്രി അധികൃതർ അവസാനം വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ നില ഇന്നലത്തെ അതേ രീതിയിൽ തന്നെ തുടരുന്നു, അതായത് അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുന്നു എന്നും ആശുപത്രി അധികൃതർ പറയുന്നു. എന്തായാലും 11 കൂടി കൂടുതൽ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിൽ കൂടുതൽ കൃത്യതയുള്ള വിവരങ്ങൾ ഉണ്ടാകുമെന്നറിയാൻ കഴിയുന്നു. എന്തായാലും നിലവിൽ മരുന്നുകളോട് നേരിയ രീതിയിൽ പ്രതികരിക്കുന്നു. ആരോഗ്യനില ഇന്നലത്തെ പോലെ അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നാണ് പറയുന്നത്. 15-നാണ് അദ്ദേഹത്തെ ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളാവുകയായിരുന്നു. ഇതിനിടയിൽ ഹൃദയസ്തംഭനം ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കാർഡിയോളജി വിഭാഗത്തിന്റെ കീഴിലായിരുന്നു അദ്ദേഹം ചികിത്സ തുടർന്നു വന്നിരുന്നത്. ഇപ്പോൾ വിദഗ്ധ ഡോക്ടർ അടങ്ങുന്ന ഒരു സംഘം തന്നെ അദ്ദേഹത്തെ നിരീക്ഷിച്ചു വരികയാണ്. രാവിലെ ഡോക്ടർമാർ പരിശോധന നടത്തിയിരുന്നു. അതിനുശേഷമാണ് മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്ന ഒരു നില വ്യക്തമായത്. പക്ഷേ അത് എത്രമാത്രം മുന്നോട്ട് ഈ ചികിത്സയെ കൂടുതൽ സഹായിക്കുമോ അല്ലെങ്കിൽ കൂടുതൽ പ്രതികരണം ഉണ്ടാവുമോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർമാർ നിരീക്ഷിച്ചു വരികയാണ്. നിലവിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ അതീവ ഗുരുതരമായി അദ്ദേഹത്തിന്റെ ആരോഗ്യനില തുടരുന്നു. രാവിലെയും ഈ ആളുകൾ, രാഷ്ട്രീയ നേതാക്കളും കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് അടക്കമുള്ള ആളുകളുമൊക്കെ അദ്ദേഹത്തെ സന്ദർശിക്കാനെത്തുന്നുണ്ട്. അദ്ദേഹത്തോട് കുടുംബവുമായി ആശയവിനിമയം നടത്തുന്നതുമൊക്കെ ഉണ്ട്. എന്തായാലും നിലവിൽ ആരോഗ്യസ്ഥിതി ഇന്നലത്തെ പോലെ തന്നെ തുടരുന്നു എന്ന അപ്ഡേറ്റാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ നൽകാനുള്ളത്. ശരി, MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്. പാർട്ടി നടപടിക്ക് വിധേയനായ KTDC ചെയർമാൻ PK ശശിയെ 2 പദവികളിൽ നിന്ന് CPM ഒഴിവാക്കി. CITU ജില്ലാ പ്രസിഡന്റ്, ഹെഡ് ലോഡ് തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളിൽ നിന്നാണ് നീക്കിയത്. CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം PN മോഹനൻ CITU ജില്ലാ പ്രസിഡന്റാകും. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TM ശശിയാകും ഹെഡ് ലോഡ് യൂണിയന്റെ പുതിയ ജില്ലാ പ്രസിഡന്റ്. KTDC ചെയർമാൻ പദത്തിൽ സർക്കാർ ഉചിതമായ തീരുമാനമെടുക്കട്ടെയെന്നും CPM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം വിലയിരുത്തി. CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിന് ഇന്ന് കോവളത്ത് തുടക്കം. CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് ശേഷം ജില്ലാ സെക്രട്ടറി V ജോയ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് ജോയ് തന്നെ തുടരാനാണ് സാധ്യത. ഡാൻ കുര്യൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ഡാൻ, എന്തായാലും ഇന്ന് പ്രതിനിധി സമ്മേളനം തുടങ്ങുകയാണ് കോവളത്ത്. എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായും ഇവിടെ ചർച്ചയാകും? അതോടൊപ്പം തന്നെ യുവത്വം വരട്ടെ എന്ന് പറയുന്നത്, അതിനുള്ള സാധ്യത അത് എത്രമാത്രമുണ്ട്? അല്പസമയത്തിനകം തിരുവനന്തപുരം CPM ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമാകും. പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ MA ബേബി ആയിരിക്കും പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. CPM സംസ്ഥാന സെക്രട്ടറി V ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള മറ്റ് PB അംഗങ്ങൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. 10 മണിയോടെയായിരിക്കും നടപടികൾ ആരംഭിക്കുക. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ജില്ലാ സെക്രട്ടറി V ജോയി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുക. ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് അദ്ദേഹം തന്നെ തുടർന്നേക്കും എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. അതിനുള്ള സാധ്യതകളാണ് ഏറെയും. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് പുതുതായി 4 പേരെ കൂടി ജില്ലാ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ തന്നെ MLA-മാരായ VK പ്രശാന്ത്, G സ്റ്റീഫൻ, പട്ടികജാതി ക്ഷേമ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് വണ്ടിത്തടം മധു, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഷീജ എന്നിവർക്കാണ് കൂടുതൽ സാധ്യത എന്ന തരത്തിലുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. അതോടൊപ്പം മേയർ ആര്യ രാജേന്ദ്രൻ, OS അംബിക MLA, DYFI ജില്ലാ പ്രസിഡന്റ് അനൂപ് എന്നിവരും പരിഗണനയിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ ആനാപൂർ നാഗപ്പനും സംസ്ഥാന സമിതി അംഗമായ A റഹീമും
ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായേക്കും എന്ന സൂചനകളുമുണ്ട്. പ്രായപരിധി കടന്ന വി ജയപ്രകാശ്, KC വിക്രമൻ, G സുഗുണൻ എന്നിവരെയും ഒഴിവാക്കിയേക്കും എന്നാണ് വിവരം. എന്തായാലും പൊതുമുഖങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകിക്കൊണ്ടായിരിക്കും ഈ ജില്ലാ സമ്മേളനത്തിലെ നിർണായകമായ കമ്മിറ്റികളൊക്കെ രൂപീകരിക്കുക. ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് ജോയി തന്നെ തുടരും അല്ലേ? വി ജോയി തന്നെ അദ്ദേഹം നമ്മുടെ ഒപ്പം ചേരുകയാണ്. എങ്ങനെയാണ് ഈ ജില്ലാ സമ്മേളനത്തിന്റെ അവസാനവട്ട ഒരുക്കങ്ങൾ? എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ 10 മണിക്ക് സമ്മേളനം സഖാവ് MA ബേബി ഉദ്ഘാടനം ചെയ്യും. അതോടുകൂടി സമ്മേളന നടപടിയെല്ലാം ആരംഭിക്കുകയാണ്. അപ്പോൾ സംസ്ഥാന സമിതി അംഗങ്ങളുണ്ട്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ട്. MA ബേബിയുണ്ട്. അദ്ദേഹമാണ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. 10 മണിക്കാണ് സമ്മേളനം ആരംഭിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള പ്രകടനമാണ് അല്പസമയത്തിനകം കോവളത്ത് നിന്ന് ആരംഭിക്കാൻ പോകുന്നത്. CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിന് കോവളത്ത് തുടക്കമാവുന്നു. CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയാണ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. ഉച്ചയ്ക്ക് ശേഷം ജില്ലാ സെക്രട്ടറി വി ജോയ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് ജോയ് തന്നെ തുടരാനാണ് സാധ്യത. സമ്മേളനത്തിന് തുടക്കമാവുകയാണ്. തത്സമയ സംപ്രേക്ഷണമാണ് പ്രേക്ഷകർ കാണുന്നത്. സംസ്ഥാന നേതാക്കൾ എല്ലാവരും അവിടെയുണ്ട്. ഡാൻ കുര്യൻ തുടരുന്നു. CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന് പ്രതിനിധി സമ്മേളനത്തിന് കോവളത്ത് തുടക്കമായിരിക്കുന്നു. തത്സമയ സംപ്രേഷണമാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതിനായി CPIM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സ്ഥാപനത ഈ ഭാഗത്തിന്റെ തൊട്ടുപിന്നാലെ കടന്നു വരികയാണ്. ഓരോരുത്തരും നാട്ടിലെ വഴികളിലും CPM തിരുവനന്തപുരത്തിന്റെ ശക്തി കാണിച്ചുകൊണ്ട് തന്നെ വലിയ പ്രകടനമായാണ് ഇപ്പോൾ പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമാകുന്നത്. തത്സമയമാണ് പ്രേക്ഷകർ കണ്ടത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. നവകേരള സദസ്സിലെ വിവാദമായ രക്ഷാപ്രവർത്തന പരാമർശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരായ കേസ് കോടതി ഇന്ന് പരിഗണിക്കും. എറണാകുളം CJM കോടതിയാണ് ഹർജി പരിഗണിക്കുക. രക്ഷാപ്രവർത്തന പരാമർശത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കാനാവില്ലെന്ന് വ്യക്തമാക്കി കൊച്ചി സെൻട്രൽ പോലീസ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തന പരാമർശത്തെ തുടർന്നാണ് സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ CPM പ്രവർത്തകർ മർദ്ദിച്ചതെന്നും മുഖ്യമന്ത്രിക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ട് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസാണ് കോടതിയെ സമീപിച്ചത്. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് മുനമ്പം ജനത നടത്തുന്ന റിലേ നിരാഹാര സമരം 70ാം ദിനത്തിലേക്ക്. പ്രശ്നം നേരിട്ട് വിലയിരുത്താൻ സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ജനുവരി 4-ന് മുനമ്പം സന്ദർശിക്കും. ഭൂമിയുടെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട രേഖകൾ കമ്മീഷന് മുൻപാകെ മുനമ്പം ഭൂസംരക്ഷണ സമിതി നേരത്തെ സമർപ്പിച്ചിരുന്നു. അതിനിടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ നാളെ മുനമ്പത്തെത്തും. തമിഴ്നാട് തിരുനെൽവേലിയിൽ ആശുപത്രി മാലിന്യങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞും RCC. മാലിന്യ നീക്കത്തിന് കരാറെടുത്തിരിക്കുന്ന ഏജൻസികളുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്വം കരാർ കമ്പനികൾക്ക് മാത്രമാണെന്നും RCC സൂപ്രണ്ട് ന്യൂസ് 18നോട് പറഞ്ഞു. ബയോമെഡിക്കൽ മാലിന്യങ്ങൾ ഉൾപ്പെടെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യാൻ ഫലപ്രദമായ സംവിധാനങ്ങൾ RCCക്കുണ്ടെന്നും അധികൃതർ അറിയിച്ചു. അന്വേഷണത്തിന്റെ ഭാഗമായി സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന് പുറമെ തമിഴ്നാട് പോലീസും RCCയിലെത്തി. തിരുനെൽവേലിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ആശുപത്രി മാലിന്യങ്ങളുടെ കൂട്ടത്തിൽ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ പേരിലുള്ള ലെറ്റർ പാഡുകളും രോഗികളുടെ വിവരങ്ങളും കണ്ടെത്തിയതിന് പിന്നാലെയാണ് വിശദീകരണവുമായി RCC അധികൃതർ രംഗത്തെത്തിയത്.
ആശുപത്രിയിലെ പൊതുമാലിന്യങ്ങൾ ശേഖരിച്ച് സംസ്കരിക്കുന്നത് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും കേരള ശുചിത്വ മിഷന്റെയും അംഗീകാരമുള്ള സുരേജ് ഇക്കോസിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ബയോമെഡിക്കൽ മാലിന്യങ്ങളാകട്ടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇമേജ് എന്ന സംഘടനയും RCCയിൽ നിന്ന് ശേഖരിച്ച് സംസ്കരണം നടത്തുകയാണ് പതിവെന്ന് മെഡിക്കൽ സൂപ്രണ്ട് പറഞ്ഞു. ഓരോ മാലിന്യവും സെപ്പറേറ്റ് ആണ് നമ്മൾ ശേഖരിക്കുന്നത്. ഇപ്പോൾ ബയോമെഡിക്കൽ മാലിന്യം സെപ്പറേറ്റ് ആയിട്ട് കളക്ട് ചെയ്ത് അതിനെ ഇപ്പോൾ അതൊരു സെപ്പറേറ്റ് കളറുള്ള ബാഗിൽ, ഒരു യെല്ലോ കളർ റെഡ് കളർ ബാഗിലാണ് ശേഖരിക്കുന്നത്. അത് എവിടെയാണോ ശേഖരിക്കുക, വാർഡിലാണെങ്കിൽ വാർഡിൽ, OPയിലാണെങ്കിൽ OPയിൽ, അവിടുന്ന് ശേഖരിച്ച് അതിനെ ഒരു ടൈ ചെയ്ത് അവിടുന്ന് തന്നെ അത് ലോക്ക് ചെയ്തിട്ടാണ് പിന്നെ പുറത്തേക്ക് പോകുന്നത്. ആ ഓരോ ബാഗിലും RCCയുടെ പേര്, സ്റ്റിക്കറും എംബ്ലം അതിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോ ബാഗ്സും ബാർകോഡഡ് ആണ്. ഇത് നമ്മൾ കൊടുക്കുന്നത് IMAയുടെ ഇമേജ് എന്നുള്ള സംഘടനയ്ക്കാണ് നമ്മൾ ഈ ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ടുവന്നത്. അവർ ഓരോ ബാഗും സ്കാനർ വെച്ച് ഈ ബാർകോഡ് സ്കാൻ ചെയ്തിട്ടാണ് അത് കൊണ്ടുവന്നത്. മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലുമാണ് നടത്തുന്നത്. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ പാലിക്കുന്നതിൽ ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും മെഡിക്കൽ സൂപ്രണ്ട് പറയുന്നു. അതേസമയം അന്വേഷണത്തിന്റെ ഭാഗമായി സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരും വിജിലൻസ് ഉദ്യോഗസ്ഥരും തമിഴ്നാട് പോലീസ് സംഘവും ആശുപത്രിയിൽ പരിശോധന നടത്തി. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. പക്ഷിപ്പനിയെ തുടർന്ന് താറാവുകളുടെ ഇറച്ചി, മുട്ട എന്നിവയുടെ വിപണനം തടയപ്പെട്ടതോടെ ഏറെ പ്രതിസന്ധിയിലാണ് ഹാച്ചറി ഉടമകൾ. 7 മാസം നീണ്ട നിരോധനം ലക്ഷങ്ങൾ വില മതിക്കുന്ന ഉപകരണങ്ങളുടെ പ്രവർത്തനത്തെ വരെ ബാധിച്ചു. വിരിയാറായ ആയിരക്കണക്കിന് മുട്ടകൾ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൃഗസംരക്ഷണ വകുപ്പ് നശിപ്പിച്ചു കളഞ്ഞെങ്കിലും ₹1 പോലും കർഷകർക്ക് ഇതുവരെ നഷ്ടപരിഹാരം നൽകിയിട്ടില്ല. ഇറച്ചിക്കും മുട്ടയ്ക്കും വേണ്ടി താറാവുകളെ വളർത്തുന്നതിനൊപ്പം തന്നെ മുട്ട വിരിയിച്ചിറക്കുന്നതും കർഷകർക്ക് വലിയൊരു വരുമാന മാർഗമായിരുന്നു. എന്നാൽ അത്തരത്തിൽ വരുമാന മാർഗമായിരുന്ന ഹാച്ചറികളുടെ അവസ്ഥയാണ് ന്യൂസ് 18 പരിശോധിക്കുന്നത്. ഈ കാണുന്ന ഇടത്താണ് ഇവർ മുട്ട വിരിയിച്ചെടുത്തിരുന്നത്, അല്ലേ? എന്താ ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു അവസ്ഥ എന്താ? ഇപ്പം പണികളൊന്നുമില്ല, മുട്ടവെപ്പും ഒന്നുമില്ലായിരുന്നു. ഞങ്ങൾ ഇതുകൊണ്ട് ജീവിച്ച് 10-30 കൊല്ലം കൊണ്ട് ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നതാണ്. അന്ന് ഞങ്ങൾ താറാവിനെ വളർത്തുന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന പോലെ ഞങ്ങൾ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയാണ് ഈ താറാവിനെ കൊടുത്തുകൊണ്ടിരുന്നത്. ഒന്ന് കാണിക്കോ, ഇതിന്റെ സംവിധാനങ്ങൾ ഒന്ന് കാണിക്കോ, ഒന്ന് വിശദീകരിക്കോ? എനിക്ക് 1.5 ലക്ഷം മുട്ട വെക്കുന്ന മെഷീനുണ്ട്. മെഷീനും കൊണ്ട് ഞങ്ങൾക്കിപ്പം ഇതുകൊണ്ട് ഞങ്ങളുടെ പിള്ളേരെ വളർത്തുന്നു, ഇതുകൊണ്ട് ജീവിക്കുന്നതും ഉള്ള ഒരു തൊഴിലായ ഒരു സംരംഭമായിരുന്നു ഇത് മെഷീന്. ഇപ്പം ഞങ്ങൾ ഇറങ്ങാറായ മുട്ട, ഒരു മുട്ടയ്ക്ക് ഞങ്ങൾക്ക് 22 രൂപ മുതൽ 25 രൂപ മുടക്കുള്ള മുട്ടയാണ് ഞങ്ങളുടെ നശിപ്പിച്ച് കളഞ്ഞത്. 3 മുട്ട വെച്ചാൽ ഒരു കുഞ്ഞ് വിരിയത്തില്ല. പേരസ്റ്റോക്കുകൾ നാട്ടിലില്ല. താറാവിൻ്റെ അമിതമായ തീറ്റയുടെ വിലയും ഇതുകൊണ്ട് ആളുകൾ കേരളത്തിൽ നിന്ന് താറാവിൻ്റെ ബിസിനസ് കുറഞ്ഞു. തുടർച്ചയായി വരുന്ന ഈ നിരോധനം നിങ്ങൾ എങ്ങനെയാണ് ബാധിക്കുന്നത്? തുടർച്ചയായി അതിന്റെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ മുട്ട വെച്ച് 28 ദിവസം കഴിയുമ്പോഴാണ് കുഞ്ഞ് വിരിഞ്ഞിറങ്ങുന്നത്. ഇപ്പൊ സർക്കാർ നിരോധിച്ചത് മുഖാന്തരം ഞങ്ങൾക്ക് ഇപ്പം മുട്ട വെക്കാൻ കഴിയുന്നില്ല. അപ്പം കള്ളിങ് ചെയ്യപ്പെട്ട താറാവുകൾ അല്ലാതെ മുട്ടയും കൂടി നഷ്ടപ്പെട്ട ആളുകളാണല്ലേ നിങ്ങൾ? അതെ അതെ, എന്റെ 50,000 മുട്ടയോളം ഈ കഴിഞ്ഞ പ്രാവശ്യം നശിപ്പിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഓരോരുത്തരെയും മുട്ട നശിപ്പിച്ചിട്ടുണ്ട്. ഒരു അവസ്ഥ എന്താ ചേട്ടാ? ഞങ്ങൾക്ക് ലക്ഷങ്ങളെ വരുമാനം ഉള്ള മാർഗ്ഗമായിരുന്നു ഇത്. ഇപ്പം അവസ്ഥ ഉണ്ടല്ലേ, ഈ അവസ്ഥയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ വീടുകൾ പട്ടിണി, ക്രിസ്മസ് ഞങ്ങൾക്ക് ആഘോഷമില്ല. ഞങ്ങളുടെ പിള്ളേർക്കൊന്നും ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റാത്ത രീതിയായിപ്പോയി ഞങ്ങളുടെ രീതി ഈ വർഷം വന്നിരിക്കുന്നത്. ഇനി അടുത്ത ഒരു സീസൺ വന്നെങ്കിലേ ഞങ്ങളുടെ അവസ്ഥ മുന്നോട്ട് പോകത്തുള്ളൂ. ഇപ്പോൾ തുടർച്ചയായി വരുന്ന നിരോധനം, അതും ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ നിരോധന കാലഘട്ടം, നീണ്ടുപോകുന്ന കാലഘട്ടം ഇത്തവണയാണ് ഉണ്ടായിരിക്കുന്നത്. അത് കർഷകരെ പൂർണ്ണമായി ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് ആ നിരോധനം നീണ്ടുപോയി എന്നുള്ളതാണ് ഏറ്റവും ദുരന്തപൂർണമായ അവസ്ഥ. അതിന് താങ്ങായി സർക്കാർ ഇവർക്ക് കൃത്യമായ ഒരു പിന്തുണ നൽകുന്നതിനോ അല്ലെങ്കിൽ ഈ ഒരു വ്യവസായത്തെ നിലനിർത്തുന്നതിനു വേണ്ടിയുള്ള ഒരു ഇടപെടൽ നടത്തുന്നതിനോ തയ്യാറായില്ല എന്നതുമാണ് ദുഃഖകരം. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ഹരിപ്പാട് ചെന്നിത്തലയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. പാലക്കാട് പുതുപ്പരിയാരത്ത് ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. മലപ്പുറം മങ്കരപ്പറമ്പ് സ്വദേശികളായ റിൻഷാൻ, കണ്ണൻ എന്നിവരാണ് മരിച്ചത്. പുതുപ്പരിയാരം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ജംഗ്ഷനിൽ രാവിലെ 5 മണിയോടുകൂടിയായിരുന്നു അപകടം. ഇരുവരും അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. അപകടത്തിൽ ബൈക്ക് കത്തി നശിച്ചു. കണ്ണൂരിൽ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. കുളപ്പുറം സ്വദേശി ആദിത്യനാണ് മരിച്ചത്. പിലാത്തറയിൽ പിക്കപ്പ് വാനും ബുള്ളറ്റും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ഇന്ന് പുലർച്ചെ 5 മണിക്കായിരുന്നു സംഭവം. എതിർദിശയിൽ വന്ന പിക്കപ്പ് വാൻ ആദിത്യൻ സഞ്ചരിച്ച ബുള്ളറ്റിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു.
തൃശൂർ കാണിപ്പയ്യൂരിൽ നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചു കയറി 3 പേർക്ക് പരിക്ക്. ഇവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോയ കാറാണ് അപകടമുണ്ടാക്കിയത്. നിയന്ത്രണം വിട്ട് റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയും സ്കൂട്ടറുകളും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. സ്ഥിരം അപകട മേഖലയാണിത്. എറണാകുളം കോതമംഗലത്ത് രണ്ടാനമ്മ ശ്വാസം മുട്ടിച്ചു കൊന്ന 6 വയസ്സുകാരി മുസ്കാന്റെ സംസ്കാരം ഇന്ന് നടക്കും. നെല്ലിമറ്റം ജുമാ മസ്ജിദിലാണ് സംസ്കാര ചടങ്ങുകൾ. 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട രണ്ടാനമ്മയ അനീഷയെ വിശദമായി പോലീസ് ചോദ്യം ചെയ്യും. മന്ത്രവാദ സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. നവമി ദിനേശ ചേരും വിവരങ്ങളുമായി. നവമി, ആ കുഞ്ഞിന്റെ 6 വയസ്സുകാരിയായ കുഞ്ഞിന്റെ സംസ്കാരം എന്ന് നടക്കും. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ വരെ പോലീസ് പറഞ്ഞത്, അല്ലെങ്കിൽ അനീഷയുടെ രണ്ടാനമ്മയുടെ മൊഴി അതിപ്രകാരമായിരുന്നു. മുന്നോട്ടുള്ള ജീവിതത്തിന് ആ കുഞ്ഞ് ബാധ്യതയാകും, അതുകൊണ്ടാണ് കൊലപ്പെടുത്തിയതെന്ന്. പക്ഷേ ഇപ്പോഴിതാ പോലീസ് പറയുന്നു ഇതിന് പിന്നിൽ ഒരു മന്ത്രവാദ സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കുന്നില്ല എന്ന്. അതിലോട്ട് കാര്യങ്ങൾ നീങ്ങുകയാണോ? എന്താണ് ഇപ്പോൾ പോലീസ് പറയുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഭവ്യ, രാവിലെ 10:30 നെല്ലിക്കുഴി, കോതമംഗലം നെല്ലിക്കുഴിയിലെ ജുമാ മസ്ജിദ് പള്ളിയിലായിരിക്കും കുഞ്ഞിന്റെ സംസ്കാരം നടക്കുക. ഇപ്പോൾ പ്രതിയായി ചേർത്തിരിക്കുന്നത് കുഞ്ഞിന്റെ രണ്ടാനമ്മ മാത്രമാണ്. അച്ഛന് ഇതിൽ പങ്കില്ല എന്ന് കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എങ്കിൽ പോലും അച്ഛനെയും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ രണ്ടാനമ്മ അനീഷ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ മരിച്ച കുഞ്ഞ് ഇത് തന്റെ ഭർത്താവിന്റെ ആദ്യ ഭാര്യയിലെ കുട്ടിയാണ്. ആ കുട്ടി ഞങ്ങളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ബന്ധത്തിൽ തടസ്സമാകുമോ എന്നൊരു ഭയം അനീഷയ്ക്കുണ്ടായിരുന്നു. അനീഷ ഇപ്പോൾ ഗർഭിണിയാണ്. അപ്പോൾ തൻ്റെ കുഞ്ഞ് വരുമ്പോൾ ആദ്യത്തെ കുഞ്ഞ്, അതായത് ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയിലുള്ള കുഞ്ഞ് തങ്ങളുടെ ജീവിതത്തിന് തടസ്സമാകുമോ എന്നൊരു ഭയമാണ് ഈ കുഞ്ഞിനെ കൊല്ലാൻ പ്രേരിപ്പിച്ചതെന്നാണ് അനീഷ മൊഴി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മരിച്ച മുസ്കിനെ കാണാൻ ഈ കുട്ടിയുടെ സ്വന്തം അമ്മ വന്നിരുന്നു. ആ വന്ന സമയത്ത് തൻ്റെ ഭർത്താവും ആദ്യ ഭാര്യയുമായി വീണ്ടും ഒന്നിക്കുമോ, അങ്ങനെ നിരവധി ആശങ്കകൾ ഈ യുവതിക്കുണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് താൻ തന്റെ ഭർത്താവിന്റെ ആദ്യ ഭാര്യയിലെ കുഞ്ഞിനെ കൊല്ലാൻ പ്രേരണയായത് എന്ന് കൂടി അനീഷ പറയുന്നുണ്ട്. പക്ഷേ ഇതിൽ പോലീസ് ഒരു മന്ത്രവാദ സാധ്യത തള്ളിക്കളയുന്നില്ല. കാരണം ഈ ഭർത്താവിന്റെ മൊഴി അനുസരിച്ച് ഭാര്യ മന്ത്രവാദത്തിന് അടിമയായിരുന്നു എന്നും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യുമായിരുന്നു എന്ന് കൂടി പറയുന്നുണ്ട്. എന്തായാലും ആ കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിച്ചു വരികയാണ്. ഒപ്പം ഈ ഭർത്താവ് പറയുന്നുണ്ട് ഭാര്യയ്ക്ക് മാനസികമായി ചില പ്രശ്നങ്ങളുണ്ട്, ഈ മന്ത്രവാദത്തിന് അടിമയാണ്. അതുകൊണ്ട് ആ ഒരു സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. നവമി തുടരുക. പെരുമ്പാവൂർ വാഴക്കുളം മാറമ്പിള്ളി MES കോളേജിൽ ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടയിലെ അഭ്യാസ പ്രകടനത്തിൽ നടപടിക്കൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പ്. വാഹനം ഓടിച്ച് വിദ്യാർത്ഥികളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തേക്കും. വാഹന ഉടമകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. നവമി ദിനേശ് തന്നെ വിവരങ്ങളുമായി ചേരുന്നു. നവമി, എന്താണ് കൂടുതൽ വിവരങ്ങൾ? എന്ത് നടപടിക്കാണ് മോട്ടോർ വാഹന വകുപ്പ് ഒരുങ്ങുന്നത്? വിവരങ്ങൾ. ഭവ്യ, നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. ഈ പെരുമ്പാവൂർ വാഴക്കുളം മാറമ്പിള്ളി MES കോളേജിലെ ക്രിസ്മസ് ആഘോഷത്തിനിടയിലാണ് വിദ്യാർത്ഥികൾ ജീപ്പിന്റെ മുകളിൽ കയറി അഭ്യാസ പ്രകടനം നടത്തിയത്. ഇത് സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ വൈറലായിരുന്നു. ഇതിനെ തുടർന്നാണ്, ഈ വീഡിയോയുടെ പശ്ചാത്തലത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കോളേജിനോട് CCTV ദൃശ്യങ്ങളടക്കം സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ, ഇവർ എത്ര ദൂരം സഞ്ചരിച്ചു, മറ്റെന്തെങ്കിലും അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ടോ, മറ്റു വാഹനങ്ങളിലുമൊക്കെ വിദ്യാർത്ഥികൾ ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ ഈ കോളേജിനോട് അവിടുത്തെ CCTV ദൃശ്യങ്ങളും ഒപ്പം ഈ ക്രിസ്മസ് ആഘോഷത്തിന്റെ ദൃശ്യങ്ങളും ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലായിരിക്കും തുടർ നടപടികളും മോട്ടോർ വാഹന വകുപ്പ് എടുക്കുക. ഭവ്യ, ശരി, വളരെ വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ഉണ്ണി മുകുന്ദൻ പ്രധാന വേഷത്തിലെത്തിയ മാർക്കോ എന്ന ചിത്രം കഴിഞ്ഞ ദിവസം റിലീസിനെത്തി. ഒരുപാട് പ്രതീക്ഷയോടെ റിലീസിനെത്തിയ ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ അഭിപ്രായത്തിലേക്ക് പോകാം. ഇനി പ്രതീക്ഷയോട് നീതി പുലർത്തിയോ മാർക്കോ? നോക്കാം പ്രേക്ഷകരുടെ വിലയിരുത്തൽ. നല്ല വയലൻസ് ഉണ്ട്. സെക്കൻഡ് ഹാഫ് ഒക്കെ സൂപ്പർ ആണ്. ടോപ്പ് നോച്ച്, അത്രേ പറയാവുള്ളൂ. ടോപ്പ് നോച്ച്, എക്സ്ട്രീം. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല, ഇതിനപ്പുറം ഇനി കാണിക്കാനുമില്ല. അത്രേ ഉള്ളൂ ബ്രോ. കിട്ടി നമ്മുടെ 2024 ആക്സിഡന്റില് ബെസ്റ്റ് പടം. ഒരുപാട് ആക്സിഡന്റ് സിനിമ കണ്ടിട്ടുണ്ട്, പക്ഷെ മലയാളത്തിൽ ഇതുപോലൊരു പടം വേറെ ഇനി കാണത്തില്ല ബ്രോ. ഞാൻ പ്രതീക്ഷിച്ച ഹനീഫ് അദീലിന്റെ പടമാണെന്ന് വിചാരിച്ചില്ല.
പ്രശാന്ത് നീലിന്റെ പടം പോലെ ഇരിക്കും. സിനിമാറ്റോഗ്രാഫിയും കളർ ഗ്രേഡിങ്ങും മേക്കിംഗ് എല്ലാം അതുപോലെ ഇരിക്കും. ആക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ആക്ഷൻ ഡയറക്ടറിന്റെ പേര് അതിന് മുമ്പ് കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ ആക്ഷൻ ഒക്കെ എന്ന് പറയുമ്പോൾ കിട്ടില്ല, സൂപ്പർ സാധനം. വയലൻസ് ശരിക്കും. ബ്ലഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് ബ്ലഡ്. മസ്റ്റ് വാച്ച് പടം തിയേറ്ററിൽ. 18% സൂപ്പർ പടം, കിടിലം പടം. തിയേറ്റർ വാച്ചാണ്, മസ്റ്റ് തിയേറ്റർ വാച്ചാണ്. അപ്പാടെ വയലൻസ് ആണ്. ഞാൻ പേര് ഇവളുടെ കൈയൊക്കെ പിടിച്ചിട്ടായിരുന്നത്. സൂപ്പർ ആയിരുന്നു, സെറ്റ് പടം. ഇതാണ് ഏപ്പടം, സലാറല്ല, ഇതാണ് ഏപ്പടം. വേറെ ലെവല് തീ തണുപ്പൊന്നും അറിഞ്ഞില്ല, കണ്ടിരുന്നു പോയി. കണ്ട് കോരിത്തെരിച്ച് രോമാഞ്ചം. ഭയങ്കര വയലൻസ്. ഉണ്ണിമൂന്ന് ഒരു രക്ഷയില്ല. പൊളി. ഇങ്ങനത്തെ ഒരു പടം എന്റെ ജീവിതമുള്ള കിടിലം പടം. നല്ല ഭയങ്കര വയലൻസ് ആണ് ഇത്. സ്ത്രീകൾ പടം പറഞ്ഞതെല്ലാം നീതി പുലർത്തിയിട്ടുണ്ട്. ഇത് സ്ത്രീകൾ കാണാൻ പറഞ്ഞെങ്കിൽ ഒരുപാട് കവർ കൊണ്ട് പറഞ്ഞു. അതിനകത്ത് മൊത്തം ആളാണ് വാൾ വെച്ച് തള്ളി. എന്തായാലും മാർക്കോയുടെ ആദ്യ പ്രതികരണമാണ് കേട്ടത്. മികച്ച പ്രേക്ഷക പ്രതികരണം തന്നെയാണ് മാർക്കോ എന്ന സിനിമയ്ക്ക് വരുന്നത്. എന്തായാലും ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. വാർത്തകൾ തുടരും. ഇനി ഇടവേളയ്ക്ക് ശേഷം TG സജിത്ത് എത്തും. നമസ്കാരം. എന്റെ വൈഫാണെങ്കിൽ ഇവിടെ മറ്റേ ഒരു എന്താ പറഞ്ഞ ഈ യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അഡ്മിറ്റ് ആയിട്ട് ഞാൻ അവിടെ പൈസ ചെയ്യുന്നുണ്ട്. ഇപ്പം 2 ലക്ഷം രൂപ 2,20,000 രൂപ വേണം. ഞാൻ എനിക്ക് ആ പൈസ ഉള്ളു. ഞാൻ ആ പൈസ തന്നിട്ട് എന്നെ അവിടുന്ന് ആ ബിനോയ് പിടിച്ച് വണ്ടിയെന്ന് പിടിച്ച് ഒറ്റ തള്ളും തള്ളി. എന്നിട്ട് എന്താ പറയാ, ഞാൻ ബിനോയ്ക്ക് തല്ലിയെന്നും പറഞ്ഞ് അവർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അവിടെ. നിങ്ങളവരെ പിടിച്ച് തല്ലുകയും നിങ്ങൾക്ക് ഈ പ്രാവശ്യം ഈ മാസത്തെ പൈസ തന്നിട്ട് നിങ്ങളത് പോയിട്ട് ഈ മാസത്തെ പൈസ നിങ്ങൾക്ക് പറഞ്ഞ പകുതി പൈസ തന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ അവരെ പിടിച്ച് തള്ളി അയാളെ ഉപദ്രവിക്കേണ്ട കാര്യമല്ല നിങ്ങൾക്ക്. എന്റെ സഹാവേ എന്നിട്ട് വിഷയമൊന്നും മാറ്റണ്ട. നമ്മൾ പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നതാണ്. നിങ്ങൾ അടി മേടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. എന്റെ പൊന്നു സഹായം കൊന്നു. നിങ്ങൾക്ക് പണി അറിയത്തില്ല എന്നിട്ടാ. നിങ്ങൾക്ക് പണി അറിയത്തില്ല എന്നിട്ടാ. എനിക്ക് സത്യമായിട്ട് നിങ്ങളുടെ പണിയൊന്നും അറിയത്തില്ല. സത്യമായിട്ട് അറിയത്തില്ല. പണി മനസ്സിലാക്കി തരാം. എനിക്ക് സത്യമായിട്ട് നിങ്ങളുടെ പരിപാടി പണി മനസ്സിലാക്കി തരാം. എന്റെ പൊന്നു സഹായം ഞാൻ പറഞ്ഞൊന്ന് കേട്ടിട്ട് ഭൂമിയോളം ക്ഷമിച്ചാൽ നിൽക്കുന്നത്. നിങ്ങളുടെയൊക്കെ സ്ഥാപനത്തിന് നിങ്ങൾക്ക് തരാനുള്ള പൈസ തരാൻ വേണ്ടി ആ പിള്ളേരെല്ലാം കിടന്ന് കൈയും കാലും വിട്ട് അടിച്ച് ഓടി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പൊന്നു നിങ്ങളുടെ കുടുംബത്തില് നിങ്ങൾ പറഞ്ഞ കാര്യം അന്തസ്സായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ആ പ്രസ്ഥാനത്തിൽ വന്നാൽ അയാളെ ഉപദ്രവിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ പൊന്നു സഹാവ് അയാൾ എന്നെ ഉപദ്രവിച്ചത്. സാബുവിന് പൈസ തരാനുള്ളത് ബാങ്കിൽ നിന്ന് തരാനുള്ളത് തരണം. അതിന് ഞങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ആശുപത്രി കേസ് ഉണ്ടെന്ന് പറയാം. നിങ്ങൾ അത് അറിഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞ് ഞാനൂടെ കൂടി അവരെ വഴക്ക് പറഞ്ഞ് ഓരോ കാര്യങ്ങളും ചെയ്യിച്ചോണ്ടിരിക്കുക അവിടെ. സാബുവിന്റെ ആത്മഹത്യയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അംഗങ്ങളുടെ മൊഴിയെടുക്കും. സാബു ബാങ്കിലെത്തിയ സമയത്തെ CCTVയും വിശദമായി പരിശോധിക്കും. വിദേശത്തുള്ള ബന്ധുക്കളെത്തിയ ശേഷമാകും സാബുവിന്റെ സംസ്കാരം. സ്വാഗതം. ന്യൂസ് ട്രെൻഡ്സ് ആരംഭിക്കുകയാണ്. ഇന്ന് പ്രധാനപ്പെട്ട ഒരു വാർത്താ ദിവസമാണ്. ഇടുക്കിയിൽ ഇന്നലത്തെ ആ നിക്ഷേപകന്റെ ആത്മഹത്യയും അതിൻ്റെ തുടർ വിവാദങ്ങളും ഇന്നത്തെ വാർത്താ ദിനങ്ങളെ നിർണായകമാക്കും. ഒപ്പം തന്നെ മലയാളത്തിൻ്റെ അഭിമാനം സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുകയും ചെയ്യുന്നു. അതിനപ്പുറം മറ്റു പ്രധാനപ്പെട്ട വാർത്തകൾക്കും ഇന്നത്തെ വാർത്താ ദിനം നമുക്ക് പരിശോധിക്കാം. ആദ്യം തലക്കെട്ടുകൾ. നിക്ഷേപകന്റെ ആത്മഹത്യയിൽ ബാങ്ക് ഭരണസമിതി പ്രതിസ്ഥാനത്ത്. മരിച്ച സാബുവും ബാങ്ക് മുൻ പ്രസിഡന്റും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്ത്. നിങ്ങൾ അടി മേടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. എന്റെ പൊന്നു സഹോദരനെ കൊന്നു. നിങ്ങൾക്ക് പണി അറിയത്തില്ല എന്നിട്ടാ. നിങ്ങൾക്ക് പണി അറിയത്തില്ല എന്നിട്ടാ. എനിക്ക് സത്യമായിട്ട് നിങ്ങളുടെ പണിയൊന്നും അറിയത്തില്ല. സത്യമായിട്ട് അറിയത്തില്ല. പണി മനസ്സിലാക്കി തരാം. എനിക്ക് സത്യമായിട്ട് നിങ്ങളുടെ പരിപാടി പണി മനസ്സിലാക്കി തരാം. 15 ലക്ഷം ഇനിയും കിട്ടാനുണ്ടെന്ന് സാബുവിന്റെ ഭാര്യ ന്യൂസ് 18നോട്. സമയത്ത് ചെല്ലുമ്പോ ഒരിക്കലും പൈസ തരികയില്ല. ഞങ്ങളെ അതുപോലെ ദ്രോഹിച്ചിട്ടുണ്ട്. കടയടച്ചിട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ബിനോയ് എന്ന് പറയുന്ന പുള്ളി ഓടാ പുല്ല എന്നൊരു വിളി. ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി. പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചു.
സാബുവിന്റെ സംസ്കാരം വിദേശത്തുള്ള ബന്ധുക്കൾ നാട്ടിലെത്തിയ ശേഷം. ഇടുക്കിയിൽ മറ്റൊരു ബാങ്കിനെതിരെയും പരാതി. രാമക്കൽമേട് ഹരിജൻ വിവിധോദ്ദേശ സഹകരണ സംഘത്തിൽ നിയമനത്തിന് പണം വാങ്ങിയെന്ന ആക്ഷേപം. മുൻ MLA PK ശശിക്കെതിരെ വീണ്ടും സംഘടനാ നടപടി. CITU ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും ഒഴിവാക്കി. ഹെഡ്ലോഡ് യൂണിയൻ ജില്ലാ അധ്യക്ഷ സ്ഥാനത്തും പുതിയ ആളെ നിയമിച്ചു. നടപടി തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനത്ത് നിന്നും ഒഴിവാക്കാനുള്ള പാർട്ടി തീരുമാനപ്രകാരം. CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന് തുടക്കം. കോടികൾ ചിലവഴിച്ചിട്ടും എവിടെയും എത്താതെ ശബരി റെയിൽ. 1/4 നൂറ്റാണ്ടായിട്ടും പദ്ധതി പൂർത്തിയാകാത്ത നിരാശയിൽ ജനങ്ങൾ. പാതി വഴി പോലും എത്താതെ നിലച്ചത് എറണാകുളം ഇടുക്കി ജില്ലകളുടെ വികസന ഭൂപടം മാറ്റിമറിക്കുമായിരുന്ന വൻ പദ്ധതി. തമിഴ്നാട്ടിൽ ആശുപത്രി മാലിന്യം തള്ളിയ സംഭവത്തിൽ കൈ കഴുകി റീജിയണൽ ക്യാൻസർ സെന്റർ. ഉത്തരവാദിത്തം കരാർ കമ്പനിക്ക് മാത്രമാണെന്ന് സൂപ്രണ്ട് ന്യൂസ് 18നോട്. മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സ്വന്തം സംവിധാനമുണ്ടെന്നും വിശദീകരണം. അന്വേഷണത്തിന് തമിഴ്നാട് പോലീസും RCCയിലെത്തി. തെരുവുനായകൾ കാരണം പുറത്തിറങ്ങാൻ പേടിച്ച് കളമശ്ശേരി നിവാസികൾ. നായയുടെ കടിയേറ്റത് 8 പേർക്ക്. അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് ആരോപിച്ച് നാട്ടുകാർ സമരരംഗത്തേക്ക്. മണ്ഡലപൂജ മകരവിളക്ക് ദിവസങ്ങളിൽ സന്നിധാനത്ത് തീർത്ഥാടകർക്ക് നിയന്ത്രണം. മണ്ഡലപൂജയ്ക്ക് 50,000 പേർക്ക് മാത്രം ദർശനം. മകരവിളക്ക് ദിവസം ദർശനം 40,000 പേർക്ക്. ഇന്നും തീർത്ഥാടക പ്രവാഹം തുടരുന്നു. MT വാസുദേവൻ നായരുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. മരുന്നുകളോട് നേരിയ രീതിയിൽ പ്രതികരിക്കുന്നതായി ഡോക്ടർമാർ. രാവിലെ മെഡിക്കൽ ബുള്ളറ്റിൻ ഉടൻ തന്നെ വരും. നവകേരള സദസ്സിലെ രക്ഷാപ്രവർത്തന പരാമർശം. മുഖ്യമന്ത്രിക്കെതിരായ ഹർജി ഇന്ന് എറണാകുളം കോടതിയിൽ. മുഖ്യമന്ത്രിക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുക്കണമെന്ന് ഹർജിക്കാരൻ മുഹമ്മദ് ഷിയാസ്. പ്രധാനമന്ത്രി കുവൈറ്റിലേക്ക് പുറപ്പെട്ടു. ദ്വിദിന സന്ദർശനത്തിനിടെ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കും. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നത് 43 വർഷത്തിന് ശേഷം. വിശദമായി കിടക്കുമ്പോൾ കട്ടപ്പനയിലെ ഇന്നലത്തെ ആ ദുരന്ത വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. കട്ടപ്പനയിലെ ആത്മഹത്യ ചെയ്ത നിക്ഷേപകൻ സാബുവിനെ ബാങ്ക് മുൻ പ്രസിഡന്റും കട്ടപ്പന മുൻ CPMന്റെ ഏരിയ സെക്രട്ടറിയുമായ VR സജി ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സംഭാഷണം പുറത്തുവന്നു. പണം ചോദിച്ചപ്പോൾ ബാങ്ക് ജീവനക്കാരൻ ബിനോയ് പിടിച്ചു തള്ളിയെന്ന് സാബു പരാതി പറയുമ്പോൾ ഈ മാസത്തെ പണത്തിൽ പകുതി നൽകിയിട്ടും ജീവനക്കാരനെ ഉപദ്രവിക്കേണ്ട കാര്യം എന്തായിരുന്നു എന്നായിരുന്നു സജിയുടെ മറുപടി. വിഷയം മാറ്റാൻ നോക്കേണ്ട, അടി വാങ്ങേണ്ട സമയം കഴിഞ്ഞെന്നും പണി മനസ്സിലാക്കി തരാമെന്നും സജി ഭീഷണിപ്പെടുത്തുന്നു. എന്റെ വൈഫാണെങ്കിൽ ഇവിടെ ഡൽഹി മറ്റേ ഒരു എന്താ പറഞ്ഞ ഈ യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അഡ്മിറ്റ് ആയിട്ട് ഞാൻ അവിടെ പൈസ കഴിഞ്ഞിട്ട് ഇപ്പം 2 ലക്ഷം രൂപ 2.5 ലക്ഷം രൂപ 2,20,000 രൂപ വേണം. ഞാൻ എനിക്ക് ആ പൈസ ഉള്ളൂ. ഞാൻ ആ പൈസ എന്നിട്ട് എന്നെ അവിടുന്ന് ആ ബിനോയ് പിടിച്ച് വണ്ടിയെന്ന് വിളിച്ച് ഒറ്റ തള്ളും തള്ളി. എന്നിട്ട് എന്താ പറയാ, ഞാൻ ബിനോയ്ക്കിട്ട് തല്ലിയെന്നും പറഞ്ഞ് അവർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അവിടെ നിങ്ങളവരെ പിടിച്ച് തല്ലുകയും നിങ്ങൾക്ക് ഈ പ്രാവശ്യം ഈ മാസത്തെ പൈസ തന്നിട്ട് നിങ്ങളത് പോയിട്ട് ഈ മാസത്തെ പൈസ നിങ്ങൾക്ക് പറഞ്ഞ പകുതി പൈസ തന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ അവരെ പിടിച്ച് തള്ളി അയാളെ ഉപദ്രവിക്കേണ്ട കാര്യമാണ് നിങ്ങൾക്ക്. എന്റെ സഹാവേ നിങ്ങൾ എന്നിട്ട് വിഷയമൊന്നും മാറ്റണ്ടോ. നമ്മളത് അറിഞ്ഞിട്ട് വിടാതിരിക്കുന്നതാണ്. നിങ്ങൾ അടി മേടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. എന്റെ പൊന്നു സഹായം വേണമെങ്കിൽ കൊന്നു. നിങ്ങൾക്ക് പണി അറിയത്തില്ല കേട്ടാ. നിങ്ങൾക്ക് പണി അറിയത്തില്ല കേട്ടാ. എനിക്ക് സത്യമായിട്ട് ഇങ്ങനത്തെ പണിയൊന്നും അറിയത്തില്ല. സത്യമായിട്ട് അറിയത്തില്ല. പണി മനസ്സിലാക്കി തരാം. എനിക്ക് സത്യമായിട്ട് ഇങ്ങനത്തെ പരിപാടി പണി മനസ്സിലാക്കി തരാം. എന്റെ പൊന്നു സഹായം ഞാൻ പറഞ്ഞൊന്ന് കേട്ടില്ല. അതെ, ഭൂമിയോളം ക്ഷമിച്ചാ നിൽക്കുന്നത്. ഞങ്ങള് നിങ്ങളുടെയൊക്കെ സ്ഥാപനത്തിന്
നിങ്ങൾക്ക് തരാനുള്ള പൈസ തരാൻ വേണ്ടി ആ പിള്ളേരെല്ലാം കിടന്ന് കൈയും കാലും വിട്ടടിച്ച് ഓടി എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്റെ പൊന്നു നിങ്ങൾ സഹായ അല്ല നിങ്ങളുടെ കുടുംബത്തില് നിങ്ങൾ പറഞ്ഞ കാര്യം അന്തസ്സായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ആ പ്രസ്ഥാനത്തിൽ വന്നാൽ അയാളെ ഉപദ്രവിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ പൊന്നു സഹാവ് അയാൾ എന്നെ ഉപദ്രവിച്ചത്. ആ സാബുവിന് പൈസ തരാനുള്ളത് ബാങ്കിൽ നിന്ന് തരാനുള്ളത് തരണം. അതിന് ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് ആശുപത്രി കേസ് ഉണ്ടെന്നും അറിയാം. നിങ്ങൾ അത് അറിഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞ് ഞാനൂടെ കൂടി അവരെ വഴക്ക് പറഞ്ഞ് ഓരോ കാര്യങ്ങളും ചെയ്യിച്ചോണ്ടിരിക്കുക. അവിടെ ബാങ്ക് ജീവനക്കാരിൽ നിന്നും ഭീഷണി നേരിട്ടതായി സാബുവിന്റെ ഭാര്യ